ഈ സംഗീത സാഗരത്തിൻ്റെ പാടലും പറച്ചിലും എന്ന ഈ പരിപാടിയിലേക്ക് ജയേട്ടനെ കുടുംബത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. സശ്രദ്ധം കേൾക്കുക. ഒരൊറ്റ കണ്ടീഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മൊബൈൽ ഫോണ് റിംഗ് ടോണ് ഒഴിവാക്കുക. നിങ്ങളുടെ ഫോണിനകത്ത് ക്യാമറയൊക്കെ ഓണാക്കി വെക്കാം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അത് പിന്നെ കസേര വലിക്കലും സംസാരവും ഒക്കെ ഇതിനൊരു അരോചകമാണ്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്താനുള്ളൊരു ശ്രമം നടത്തുക. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഫോട്ടോ എടുക്കാനുള്ള ക്യാമറ വേണമെങ്കിൽ ശരിയാക്കിക്ക്. വോളിയം ഓഫാക്കണ്ട, നിങ്ങളൊന്ന് വോളിയം ഒന്ന് പിന്നെ അല്ലേ അതൊന്ന് കുറച്ച് വെക്കുക. ഞാൻ മൈക്ക് ജയേട്ടന് കൊടുക്കുന്നു. താങ്ക് യു. സലാമുഖാൻ്റെയൊക്കെ ഈ സംഘത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യം നമ്മളൊരു പരിപാടിക്ക് വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തം വളരെ കുറവാണ്. പക്ഷേ ഒരിക്കൽ വന്ന് രണ്ടാമത് വിളിച്ചാൽ പല കാരണങ്ങളും അതിനുണ്ടാവും. ഒരു കാരണം നമ്മൾ ചെയ്ത പരിപാടി തരക്കടില്ല എന്നുള്ളതുകൊണ്ട് വിളിക്കാം. മറ്റൊന്ന് സൗഹൃദത്തിൻ്റെ പേരിലും വിളിക്കാം. രണ്ട് രീതിയിലാണെങ്കിലും വലിയ ഉത്തരവാദിത്തമാണത്. കാരണം പ്രത്യേകിച്ച് കോഴിക്കോട്, അതായത് ഞാനിവിടെ ആദ്യമായിട്ട് കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് വരുന്നത് 73 ഞാൻ കോളേജ് പഠിക്കുമ്പോൾ റഫി സാബിൻ്റെ ഗാനമേളയ്ക്കാണ് വരുന്നത് കോഴിക്കോട്. ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ വന്നിട്ട് കുട്ടിയാവുമ്പോൾ നമുക്കൊരു ബുദ്ധി ഉറച്ചതിന് ശേഷം വരുന്നത് റഫി സാബിൻ്റെ ഗാനമേളയ്ക്കാണ്. 10,000-കണക്കിന് ആളുകൾ ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള ആ പാരമ്പര്യത്തിൻ്റെ ഒരു ട്രെയ്റ്റ് പുതിയ തലമുറയിലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് നഗരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സംഗീതത്തിൻ്റെ സമീപനം വേറെയാണ് എന്നാണ് എനിക്ക് ബോധ്യമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു പണി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന സിനിമാ പാട്ടുകളെക്കുറിച്ച് ഞാൻ ഈ സിനിമാ ഗാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഞ്ചരിച്ച വഴിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്ന് മാത്രമേ ഇതിലുള്ളൂ. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാവാം. ആ അറിയുന്നതൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യുന്ന ഒരു സംഭവം. നമ്മൾ സംഗീത സംവിധായകന്മാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും സംഗീത സംവിധായകന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ കുടുംബചരിത്രവും ജീവചരിത്രവും ഒക്കെയാണ് സാധാരണ പറയുന്നത്. അത് പറയേണ്ട കാര്യമില്ല. അതിനിഷ്ടം പോലെ പുസ്തകങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്ന ബാബുരാജ് എന്ന് പറയുന്ന ആളായാലും ദേവരാജൻ മാസ്റ്റർ ആണെങ്കിലും ഇഷ്ടം പോലെ പുസ്തകങ്ങൾ അവരെ കുറിച്ചുണ്ട്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് അവരുടെ ജോലി, അവരുടെ കർമ്മം പാട്ടാണ്. അതിലവരെന്താണ് ചെയ്തത് എന്ന് മാത്രം എൻ്റെ ചില ധാരണ പുറത്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല, സാഹിത്യകാരനോ കവിയൊന്നുമല്ല, പാട്ടുകാരനുമല്ല. സാധാരണ നമ്മളിൽ 100 പേരിൽ 95 പേരും പാട്ട് പാടും. അതുപോലെ പാടുന്ന ഒരാളാണ്. അത് വളരെ ജാഗ്രതയോടുകൂടി പാടാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേയാൾ ഇതൊന്നും ഇല്ലാത്ത ആളാണ്. ജന്മവാസനയും ഈശ്വരാനുഗ്രഹവും മാത്രമാണ് ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സംഗീത സംവിധായകന്മാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ഒരു തരത്തിലുള്ള കമ്പാരിസണും അവർ തമ്മിലില്ല. പലരും പല വഴിയിൽ പല രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകാം. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ദേവരാജൻ മാഷെ കുറിച്ചാണ്. ദേവരാജൻ മാസ്റ്ററുടെ എല്ലാ അനുസ്മരണ പരിപാടികൾക്കും തിരുവനന്തപുരത്ത് പോയിട്ട് അരമണിക്കൂർ സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കമ്പോസർ എന്ന് പറയുന്നത് ബാബുരാജാണ്. അത് രണ്ടും രണ്ട് വഴിയാണ്. നമ്മളുടെ ചില പ്രിയങ്ങളും അല്ലെങ്കിൽ പ്രിയമുള്ളതെല്ലാം നല്ലതാവണമെന്നർത്ഥമില്ല. നമുക്ക് ചില ഭക്ഷണ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ മത്സ്യം കഴിക്കാത്ത ആളാണ്, അതുകൊണ്ട് മത്സ്യം ചീത്തയാണെന്ന് അർത്ഥമില്ല. അപ്പൊ നമ്മുടെ പ്രിയം വേറെയാണ്,
അപ്പോൾ ആരെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ കമ്പാരിസന് ഒരു സാധ്യതയുമില്ല. പിന്നെ ഇത്തരം വേദികളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ പറയുന്നത് പുതിയ ഒരു കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ കെടുതികളെ കുറിച്ചോ ഒന്നും എൻ്റെ വിഷയമല്ല. ഞാൻ അനുഭവിച്ച ഒരു നല്ല കാലത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ നിങ്ങളും അത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പൊ ആദ്യം നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ഈ നഗരത്തിന്റെ, ഒരുപക്ഷെ കേരളത്തിന്റെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ പാട്ടുകാരനെ അനുസ്മരിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ പാട്ടിന്റെ പരിപാടി ആരംഭിക്കുന്നത്. കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മഹാനായ പാട്ടുകാരൻ. അദ്ദേഹത്തിന്റെ പാട്ടൊന്നും പാടാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല, പക്ഷെ പാടാനൊന്ന് ശ്രമിക്കുക, അങ്ങനെയാണല്ലോ നമ്മൾ അനുസ്മരിക്കുക. അത് പാട്ടിന്റെ വേറൊരു ലോകം സൃഷ്ടിച്ച മഹാനായ ഒരു പാട്ടുകാരനാണ്. കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടേണ്ട പാട്ടുകാരനായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ. ആ കാലമല്ലായിരുന്നെങ്കിൽ പ്രത്യേകിച്ച്. നമ്മൾ പറയുന്ന രവീന്ദ്ര സംഗീതത്തിന്റെ ആലാപന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുതന്നെയാണ് രാഘവൻ മാസ്റ്റർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ നീ മറക്കും എന്നുള്ള പാട്ടിൽ. അത് മാസ്റ്റർ ആദ്യം പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ അതിൽ ചന്ദ്രൻ ഉറങ്ങി എന്ന് പറയുന്ന പാട്ട് അബ്ദുൽ ഖാദറിനെ കൊണ്ട് പാടിച്ചിട്ട് ആ പാട്ടിന്റെ മറ്റൊരു തുടർച്ചയായിട്ടാണ് എങ്ങനെ നീ മറക്കും. മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രൻ ഉറങ്ങി എന്ന് പറയുന്ന പാട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എങ്ങനെ നീ മറക്കും എന്ന പാട്ട് ചെയ്യുമായിരുന്നില്ല. അതിന്റെ ആലാപന വഴി തന്നെ നോക്കുക, അത് കൃത്യമായിട്ട് രവീന്ദ്ര സംഗീതത്തിന്റെ ആലാപന വഴിയാണ്. പിന്നെ അത്തരമൊരു ശബ്ദം മലയാളത്തിൽ അതിന് മുൻപോ അതിനു ശേഷമോ കേട്ടിട്ടില്ല. ഏറ്റവും ഘനഗാംഭീര്യമായ ശബ്ദമാണ്, കനമല്ല ഘനഗാംഭീര്യമായ ശബ്ദമാണ്. ഈ സംഗീതത്തിന്റെ ഒരു ടോണിന്റെയൊക്കെ ഭാഷയിൽ ബാരിട്ടോൺ എന്ന് പറയുന്ന ഒരു ടോണാണ് അത്. ബാരിട്ടോൺ ശബ്ദമുള്ള ആളുകൾ വളരെ കുറവാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സൈകള്, CH ആത്മ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ബാരിട്ടോൺ ശബ്ദത്തിൽ പാടിയിരുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ബഡേ ഗുലാം അലി ഖാൻ, ഫയാസ് ഖാൻ ഒക്കെ ശബ്ദം വളരെ ഘനഗാംഭീര്യമുള്ള ശബ്ദമാണ്. കർണാടകയിൽ വളരെ കുറവാണ് അത്തരം ശബ്ദം. അത്തരം ശബ്ദമുണ്ടായിരുന്ന ഒരു പാട്ടുകാരനെ നമ്മൾ പറയുന്നത് MD രാമനാഥനാണ്. വളരെ പ്രത്യേകമായ ബാരിട്ടോണിന്റെ ഒരു ശൈലി കാണിക്കുന്ന അതിഗഹനമായ ശബ്ദമാണ്. വെസ്റ്റേൺ മ്യൂസിക്കിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. ജിം റീവ്സിനെ പോലെ, ഇപ്പോൾ അടുത്ത കാലത്ത് മറിച്ച ലിയോനാർഡ് കഹാനെയൊക്കെ പോലെയുള്ള ആളുകളുടെ ശബ്ദം അസാമാന്യമായ മുഴക്കമുള്ള ശബ്ദമാണ്. അത് ബംഗാളി ഗാനാലാപന രീതിയുടെ ഒരു വഴിയാണ്. ആ രീതിയിലുള്ള വഴിയിലായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. പാട്ടിന് വേറെ ഒരു വിധാനം സമ്മാനിച്ചിട്ടുള്ള പാട്ടുകാരനാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. ബാബുരാജ് എന്ന് പറയുന്ന മഹാനായ സംഗീതകാരന്റെ ആദ്യത്തെ ചിത്രം മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ചിത്രത്തിലെ അതിൽ പ്രധാനപ്പെട്ട 2 പാട്ടുകൾ അദ്ദേഹം പാടിയത്, ഡുയറ്റ് പാടിയിട്ടുണ്ട്. ഒന്ന് എന്തിനു കവളിൽ ബാഷ്പധാരയും നീലതാരമേ എന്ന് പറയുന്ന പാട്ടുമാണ്. ഇതിന് അതുവരെ കേട്ടിട്ടുള്ള പാട്ടിന്റെ ഒരു വഴി നമുക്ക് അനുഭവപ്പെടാം. എന്തിനു കവളിൽ ബാഷ്പധാര എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സുഹാനി രാത്ത് ഡൽ ചുക്കി എന്നുള്ള പാട്ടിന്റെ ഒരു ഛായ നമുക്ക് തോന്നാം. അത് ഒരു വഴി തുടങ്ങി വെച്ചത് ഹിന്ദി സംഗീത ലോകത്ത് നിന്നാണ്. അതുകൊണ്ടാണ് അതിന് അനുകരണം എന്നൊന്നും പറയാൻ പറ്റില്ല, അതിന് പ്രചോദനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാബുരാജിന്റെ പല പാട്ടുകൾക്കുണ്ട്, പല പാട്ടുകൾക്കും പല വലിയ പാട്ടുകളുമായിട്ട് ഛായ ഉണ്ട്. അത് അവർ ചിന്തിക്കാത്ത ഒരു റൂട്ടിലാണ് പാട്ട് സഞ്ചരിക്കുന്നത്. നമുക്ക് മുൻപുള്ള ആളുകൾ ചിന്തിക്കാത്ത റൂട്ടിലാണ് പാട്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള കൊള്ളക്കൊടുക്കുകളൊക്കെ സംഗീതത്തിൽ സഹജമാണ്, പ്രത്യേകിച്ച് പ്രയുക്ത സംഗീതത്തിൽ. ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ സംഗീതജ്ഞന്മാരെടുത്ത് നോക്കിയാൽ, ക്ലാസിക്കൽ കേൾക്കുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ, അതായത് ഉത്തരേന്ത്യൻ സംഗീതം കേൾക്കുന്നയാൾക്ക് ഏറ്റവും വലിയ പാട്ടുകാരനായിട്ട് നമ്മൾ പറയുന്ന പാട്ടുകാരൻ അമീർ ഖാൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട്. അമീർ ഖാന്റെ ട്രെയിറ്റ് ഇല്ലാത്ത ഒറ്റ പാട്ടുകാർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല പുരുഷന്മാരിൽ. ഇപ്പൊ ഏറ്റവും വലിയ പാട്ടുകാരനാണ് റഷീദ് ഖാൻ. റഷീദ് ഖാന്റെ പാട്ടിൽ അമീർ ഖാന്റെ ട്രെയിറ്റ് ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു വഴിയാണ്, അത്രമാത്രമേ അത് കണക്കാക്കുള്ളൂ. അപ്പൊ ആ പാട്ട് അബ്ദുൽ ഖാദർ പാടിയ ആ പാട്ട് ഞാനൊന്ന് പാടാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്.
നീ എന്തറിയും, നീ എന്തറിയും, നീല താരമേ വാസന്ത വാനത്തിൽ നീ ചിരിക്കും, നീ എന്തറിയും. മണ്ണിലുള്ള കണ്ണുനീരിൻ ചൂടറിയാമോ, മാനവന്റെ നെഞ്ചിലെഴും നോവറിയാമോ. മണ്ണിലുള്ള കണ്ണുനീരിൻ ചൂടറിയാമോ, മാനവന്റെ നെഞ്ചിലെഴും നോവറിയാമോ. പൂ പോലെ പുഞ്ചിരിക്കും താരേ, നീ പോയി നിൽപ്പതെത്ര ദൂരെ. പൂ പോലെ പുഞ്ചിരിക്കും താരേ, നീ പോയി നിൽപ്പതെത്ര ദൂരെ. നീ എന്തറിയും, നീ എന്തറിയും, നീല താരമേ വാസന്ത വാനത്തിൽ നീ ചിരിക്കും, നീ എന്തറിയും. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത്തരം വലിയ മഹാന്മാരുടെ ആലാപന ശൈലി പുതിയ കാലത്ത് പരീക്ഷിക്കാത്തത് അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മൾ നിരന്തരം യേശുദാസിനെ മാത്രം കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് യേശുദാസിന്റെ കുഴപ്പമല്ല, പാട്ടിന്റെ ഒരു പ്രത്യേകമായ വഴിയാണ്. ആ വഴി എളുപ്പമല്ല. ഇപ്പൊ നമ്മള് തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒന്നും കടന്നാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു റൂട്ട്. ശീർഗഴി ഗോവിന്ദരാജൻ പാടിയതൊന്നും ആലോചിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പാടാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള വലിയ വലിയ ഒരുപാട് വഴികൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ് പാട്ടുകാരും കമ്പോസേഴ്സും. അതിൽ ചില വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് മാത്രം. അടുത്തത് മാഷെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മാഷെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്പോസേഴ്സിൽ ഒരാൾ എന്നാണ് ഞാൻ പറയുക. കാരണം പാട്ട് എന്ന് പറഞ്ഞാൽ, ഗാനം എന്ന് പറയുന്നത് ട്യൂണല്ല, ട്യൂൺ കൂടിയാണ്, ഈണമല്ല പാട്ട്. ഈണം ചേർന്നതാണെന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടമുള്ള ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമുള്ള വാക്കുകൾ ചേർത്ത് പാട്ടുണ്ടാക്കുന്നത്. പാട്ട് അതല്ല. പാട്ട് എന്ന് പറയുന്നതിന് ഒരു കാര്യം പറയാനുണ്ട്. പറയാനുള്ള ഒരു ആവിഷ്കാരത്തിനുള്ള ഒരു മാധ്യമമാണ് പാട്ട് എന്ന് പറയുന്നത്. അതിനെ പെട്ടെന്ന് മനസ്സിലേക്ക് കയറാനും പെട്ടെന്ന് അത് നമ്മളിലേക്ക് സംവദിക്കാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കുന്ന രണ്ട് ചിറകുകളാണ് സംഗീതം എന്ന് പറയുന്നത്. സംഗീതമില്ലെങ്കിൽ പാട്ട് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ പാട്ടിലുള്ള കവിത നിലനിൽക്കും. ട്യൂൺ ഒറ്റയ്ക്ക് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ട്യൂണ് നമുക്ക് ഒന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യത്തെ പ്രതിനിധാനം ചെയ്യണമെങ്കിൽ അത് പാട്ടിനെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയണം, ഞങ്ങൾ പറയുന്നത് ഇന്നതാണ്. ഇപ്പൊ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബീഥോവന്റെ 5ാം സിംഫണി ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ഏത് മോമെന്റ് കേൾക്കുമ്പോഴും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും.
അല്ലെങ്കിൽ ഒരു ട്യൂണ് കേട്ടാൽ നമുക്കത് എന്താണ് എന്ന് മനസ്സിലാവില്ല. ട്യൂണ് നമുക്ക് ഇഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. അതിൽ ചില വൈവിധ്യങ്ങൾ ഉണ്ടാവും. ചില വിഷാദഛായ, അല്ലെങ്കിൽ ചില സസ്പെൻസ്, അതല്ലെങ്കിൽ വളരെ എന്താ പറയുക, വളരെ എളുപ്പത്തിൽ പെപ്പിയായിട്ടുള്ള ചില അവസരങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്നല്ലാതെ നമുക്കൊരിക്കലും ഒരു ആശയം അതിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കില്ല. ആശയം കൺവേ ചെയ്യാനുള്ള മാർഗമാണ് ഇപ്പോൾ ഗാനം എന്ന് പറയുന്നത്. അപ്പോൾ ഗാനത്തിൻ്റെ വരികൾ, വാക്കുകൾ, കവി ആവിഷ്കരിക്കുന്ന, കവി ആഖ്യാനം ചെയ്യുന്ന വാക്കുകളെ സംഗീതത്തിൻ്റെ വേറെ ഒരു നിറം കൊടുത്ത് അതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് സംഗീത സംവിധായകൻ ചെയ്യുന്നത്. അയാളെ മാത്രമേ നമ്മൾ ഒരു യഥാർത്ഥ കമ്പോസർ എന്ന് വിളിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ മ്യൂസിക് ഡയറക്ടർമാരാണ്. ഒരു വാക്ക് മഴ എന്നൊരു വാക്ക് ഒരു നല്ല കമ്പോസർ തൊടുമ്പോൾ എന്തു മഴയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ ഒരു എഴുത്തുകാരൻ, ഒരു കവി വരച്ചിട്ടുള്ള രേഖാചിത്രത്തിൽ ചായം തേച്ച് അതിന് രണ്ടാമത് ഒരു ഡയമെൻഷൻ, രേഖാചിത്രത്തിന് സിംഗിൾ ഡയമെൻഷനാണ്, അതിന് ഡബിൾ ഡയമെൻഷൻ, സെക്കൻഡ് ഡയമെൻഷൻ കൊടുക്കുകയാണ് ഒരു കമ്പോസർ ചെയ്യുന്നത്. ആ സെക്കൻഡ് ഡയമെൻഷൻ കൊടുക്കുന്ന, തേർഡ് ഡയമെൻഷൻ കൊടുക്കുന്ന കമ്പോസറിൽ ഒരാളാണ് ദേവരാജൻ മാസ്റ്റർ. വാക്കുകളെ എങ്ങനെയാണ് മാസ്റ്റർ പരിചരിച്ചിട്ടുള്ളത്? അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. മാഷ് കഴിഞ്ഞാൽ മലയാളത്തിൽ വാക്കുകളെ ഏറ്റവും വലിയ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ആള് ബാബുരാജാണ്. പിന്നെ രാഘവ മാഷ്. ഇതൊന്നുമല്ലാതെ ആന്ധ്രയിൽ നിന്ന് വന്ന ഒരാളുണ്ട്, MP ശ്രീനിവാസൻ. അദ്ദേഹം വാക്കുകളെ പരിചരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഒരു വലിയ ശില്പവിദ്യയാണ്. അതിനെക്കുറിച്ച് പറയാതെ മാസ്റ്ററെ കുറിച്ചുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം പൂർത്തിയാക്കില്ല. മാസ്റ്ററുടെ ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരു പാട്ട്, നമുക്കൊക്കെ അറിയുന്ന പാട്ട്. ഞാനിതിൽ പാടുന്ന പാട്ടുകൾ പലതും അത്ര മുഴുവൻ പോപ്പുലറായ പാട്ടുകളല്ല. അതിന് കാരണം എന്താ വെച്ചാൽ, പോപ്പുലർ അല്ലാത്ത പാട്ടുകളിലും അവർ ചെയ്തു വെച്ചിട്ടുള്ള വലിയ മഹത്തായിട്ടുള്ള അവരുടെ കർമ്മം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര പോപ്പുലർ അല്ലാത്ത ചില പാട്ടുകളാണ് ഇവിടെ എല്ലാവരും മിക്കവാറും ബാബുരാജിന്റെ പ്രത്യേകിച്ചും ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ എന്ന ധന്യയിലെ നീ എത്ര ധന്യ എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് കുറുപ്പ് സാറിന്റെ വരികളാണ്. വളരെ കുറച്ച് പാട്ടുകളെ കുറുപ്പ് സാറും ഇദ്ദേഹവും സിനിമയിൽ ചെയ്തിട്ടുള്ളൂ, നാടകത്തിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിലൊറ്റ കാര്യം മാത്രം, പല കാര്യങ്ങളുണ്ട്, ഓരോ പാട്ടിന് എന്തെങ്കിലും ഒരു അംശത്തെക്കുറിച്ച് പറയാം ഞാൻ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി എന്ന് പറയുന്നത്, അപ്പോൾ താൻ അവിടെ തൻ്റെ ആ അന്തരീക്ഷത്തിൽ തനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവപ്പെട്ടപ്പോഴാണ് നീ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചത് എന്നാണ് ഈ പാടുന്നയാൾ പറയുന്നത്. വെറുതെ നനച്ചു പോവുകയാണ്. ഈ വെറുതെ എന്നുള്ള വാക്ക് വൃഥാവിലാവുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കുറുപ്പ് സാർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആണ് വെറുതെ ഇരിക്കുവാൻ മോഹമാണ് ഒരു പുഴയുടെ തീരത്ത്, ഒരു വട്ടം കൂടി എന്നുള്ള പാട്ടിൽ അദ്ദേഹം പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് കുറുപ്പ് സാർ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ വെറുതെ എന്നുള്ളത് മാഷ് ഓരോ വെറുതേക്കും ഓരോ തരത്തിലുള്ള പരിചരണമാണ് കൊടുത്തിട്ടുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ച് പറയുന്നത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി.
രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലെ ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലകൻ വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഞാൻ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. ഇത് ദേവരാജൻ മാസ്റ്ററുടെ മാത്രം ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈ പാട്ട് ഉണ്ടായ ഒരു സന്ദർഭം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്ക് അടുത്തറിയാവുന്നത് കൊണ്ട്. മാഷ്ടർ ഒരു അവസാന കാലത്ത് മാഷ്ടർ കൂടെ ഫ്ലൂട്ട് വായിച്ചിരുന്ന ഒരു സണ്ണി ഉണ്ടായിരുന്നു, തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഫ്ലോറിഡയിലാണ്. അദ്ദേഹം മാഷ വീട്ടിൽ ചില ദിവസം മാഷ് വീട്ടിൽ കിടന്നോളാൻ പറയും. അത് വലിയ ഒരു അത്ഭുതമുള്ള കാര്യമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് സണ്ണിയെ. അപ്പോൾ ഒരു ദിവസം ഈ പാട്ട് കോഴിക്കോട് നിന്ന് അളകാപുരി ഹോട്ടലിൽ നിന്നാണ് ഈ പാട്ട് കൊടുക്കുന്നത്. കുറുപ്പ് സാറ് പിന്നെ എഴുതിയ ഒരു കവിതയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു കവി സമ്മേളനത്തിന് സാറ് വായിച്ച കവിതയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് കൊടുത്തിട്ട് മാഷ് അവിടെ പോയിട്ട് സണ്ണിയോട് പറഞ്ഞു, എടാ ഇതിന്റെ ചരണത്തിനൊക്കെ എനിക്ക് ട്യൂണ് വരുന്നുണ്ട്, പല്ലവി ഏത് ട്യൂൺ എടുത്താലും ഞാൻ ചെയ്ത ട്യൂണ് തന്നെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം, താൻ ചെയ്ത ട്യൂൺ രണ്ടാമതൊരു പാട്ടിൽ ഉപയോഗിക്കാൻ മടി കാണിക്കുന്ന ഒരു കമ്പോസറാണ്. മറ്റുള്ളവന്റെ ട്യൂൺ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം എന്ന് നോക്കുന്ന കമ്പോസർമാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ രാത്രി സണ്ണി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ചരണം അങ്ങനെ മാഷ് പാടിക്കൊടുത്തു, അതിന്റെ ഒരു സാധനം. അത് കഴിഞ്ഞ് സണ്ണി മാസ്റ്റർ വീടിന്റെ മോൾ ഭാഗത്ത്, അവിടെയാണ് മാഷ് കമ്പോസ് ചെയ്യുക. അതിന്റെ അവിടെ ഒരു മുറിയുണ്ട് മദ്രാസിൽ. ആ മുറി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയാലാണ് ബാത്റൂമിലേക്ക് പോകാൻ പറ്റും. അപ്പൊ മാഷ് കമ്പോസ് ചെയ്യുന്ന മുറി ആ സ്ഥലം ക്രോസ് ചെയ്യണം. അപ്പുറത്തൊരു ഒരു ബെഡ്റൂമിലാണ് അതിഥികളൊക്കെ കിടക്കുക. സണ്ണി അവിടെയാണ് കിടക്കുന്നത്. രാത്രി ഒരു 2 മണിയൊക്കെ സമയമാകുമ്പോൾ സണ്ണി ടോയ്ലറ്റ് പോകാൻ മാത്രമല്ല, അപ്പുറത്ത് ഇറങ്ങി ടെറസിൽ പോയിട്ടൊരു സിഗരറ്റ് വലിക്കാനുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ മാസ്റ്റർ നിലത്തങ്ങനെ മലർന്ന് കിടക്കുകയാണ്. ഈ പാട്ട് നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ട് നെഞ്ചത്ത് വെച്ചിട്ട് അങ്ങനെ മലർന്ന് കിടക്കുകയാണ്. സണ്ണിക്ക് ഇത് കണ്ടപ്പോ വല്ലാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്ത വിഷമമുണ്ടായി. സണ്ണി തിരിച്ചു മുറിയിൽ പോയി, ടോയ്ലറ്റ് പോയില്ല. മാഷ് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 3:30 മണി സമയമാകുമ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ട്യൂണ് പാട്ട് പാടുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പാട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ പാട്ടിലേക്ക് കടക്കുമ്പോൾ വാക്കുകൾ മാഷ് തൊടുമ്പോൾ ആ വാക്കിന്, അതാണ് കുറുപ്പ് സാറ് പറഞ്ഞത്, അതായത് ഈ ആടയാഭരണങ്ങളൊക്കെ കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ നല്ല വേഷങ്ങളൊക്കെ ധരിപ്പിച്ച് ഞങ്ങൾ കൊണ്ടു നിർത്തുന്ന നർത്തകികളെ കാലിലൊരു ചിലങ്ക കെട്ടിച്ച് നൃത്തം ചെയ്യിക്കുന്നവരാണ് സംഗീത സംവിധായകന്മാർ എന്ന് കുറുപ്പ് സാറ് പറഞ്ഞത് അതാണ്. കാരണം ഒരു വാക്ക് എവിടെയും തൊടാതെ കിടക്കുന്ന ഒരു വാക്ക് ഇവർ തൊടുമ്പോൾ അതിന് എന്താ പറയുക, കല്ലിന് ജീവൻ ഉണ്ടാവുന്ന പോലെ ജീവൻ ഉണ്ടാവുകയാണ്. ഒരു പാട്ട് കാട്ടുകുരങ്ങ് എന്ന് പറയുന്ന സിനിമയില് ഭാസ്കരൻ മാഷ്ടെ ഒരു പാട്ടുണ്ട്, മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസ വ്യാമോഹം ഉണരുന്നു, ഒരു പാട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് മാറോടണയ്ക്കുക എന്ന് പറയുന്ന വാക്ക്, മാറോടണയ്ക്കുമ്പോൾ ഉണ്ടാകേണ്ട പാഷൻ, അതില്ലെങ്കിൽ ആ വാക്കിന് ഒരു അർത്ഥമില്ല. അത് ഈ 2 സംഗീത സംവിധായകന്മാർ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മാഷ്ട പാട്ട് ഇങ്ങനെയാണ്. മാറോടണച്ചു ഞാനുറക്കിയിട്ടും എൻ്റെ മാനസ വ്യാമോഹമുണരുന്നു, ഏതോ കാമുകൻ്റെ നിശ്വാസം കേട്ടുണരുന്നു.
ഏഴിലം പാലപ്പൂവെന്ന പോലെ ഇന്ന് മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മനസ്സ് വ്യാമോഹമുണരുന്നു. ഏതോ കാമുകൻ്റെ നിശ്വാസം കേട്ടുണരും ഏഴിലം പാലപ്പൂവെന്ന പോലെ. ഒതുക്കുവാൻ നോക്കി ഞാൻ ഹൃദയവിപഞ്ചികയിൽ അടിക്കടി തുളുമ്പുമീ പ്രണയഗാനം. ഒതുക്കുവാൻ നോക്കി ഞാൻ ഹൃദയവിപഞ്ചികയിൽ അടിക്കടി തുളുമ്പുമീ പ്രണയഗാനം. ഒരു മുല്ലപ്പൂമൊട്ടിൽ ഒതുക്കുവതെങ്ങിനെ ഒരു പ്രേമ വസന്തത്തിൻ മധുരഗന്ധം. ഇന്ന് മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മനസ്സ് വ്യാമോഹമുണരുന്നു. ഇതില് ഭാസ്കരൻ മാഷ് എഴുതി കൊടുത്തിട്ടുള്ളത് ഇന്ന് മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസ വ്യാമോഹം ഉണരുന്നു എന്നാണ്. മാഷ് ചെയ്തപ്പോ ഇന്നവിടെ നിർത്തി. എന്നിട്ട് മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മനസ്സ് വ്യാമോഹമുണരുന്നു. ഏതോ കാമുകൻ്റെ നിശ്വാസം കേട്ടുണരും ഏഴിലം പാലപ്പൂവെന്ന പോലെ ഇന്ന് മാറൂ. ഇന്ന് അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്തു മാഷ്. ഇത് അസാമാന്യമായിട്ടുള്ള കവിതാവബോധമുള്ള ഒരു കമ്പോസർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ അവബോധം എന്നുള്ളത് പഠിച്ചിട്ട് മാത്രം ഉണ്ടാവുന്നതല്ല. ബാബുരാജിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ചില പാട്ടുകൾ പറയുമ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ഇതിന്റെ വേറൊരു വെർഷൻ തച്ചോളി ഉദയൻ എന്ന് പറയുന്ന സിനിമയില് ബാബുരാജ് ചെയ്തൊരു പാട്ടുണ്ട്. ഒന്നിങ്ങു വന്നെങ്കിൽ ഒന്നിന്നെ കണ്ടെങ്കിൽ മാഴ്കുമെൻ പൂമുഖം മാരൻ കൈകൊണ്ട് മാറത്തണച്ചെങ്കിൽ. ഒന്നിങ്ങു വന്നെങ്കിൽ മാഴുകുന്ന തൻ്റെ മുഖം മാറത്തണയ്ക്കുന്നിടത്ത് മാറത്ത് എന്നുള്ള വാക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള, അദ്ദേഹം കൊടുത്തുള്ള ട്രീറ്റ്മെന്റ് ആണ്. മാഴ്കുമെൻ പൂമുഖം മാരൻ കൈകൊണ്ട് മാറത്തണച്ചെങ്കിൽ. അത് കേവലം മാറത്തല്ല, അങ്ങ് അഗാധതയിലാണ് അണയ്ക്കുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല. അത് അങ്ങനെ വന്നു ചേരുന്നതാണ്. അതൊരു സംഗമമാണ്. പ്രതിഭകൾ സംഗമിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് പാടാനായിട്ട് ഒരു ജാനകിയോ ഒരു സുശീലയോ അല്ലെങ്കിൽ ഒരു യേശുദാസോ അല്ലെങ്കിൽ ഒരു AM രാജയോ ഉണ്ടാവുന്നു. മാഷ്ട പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട്, ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. ഇത് ദൂരദർശന് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമാ പാട്ടിനേക്കാൾ കൂടുതൽ പോപ്പുലറായ പാട്ട് കുറുപ്പ് സാറിന്റെ പാട്ടാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. രണ്ട് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയാം. ഈ പൂങ്കുയിലിനോട് തൻ്റെ പ്രിയപ്പെട്ടവളെ ഉണർത്തരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാട്ട് തുടക്കം കേൾക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ഇത് പാടുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇതൊരു കുട്ടിയെ കുറിച്ചല്ല പാടുന്നത്, തൻ്റെ പ്രിയതമയെ കുറിച്ചാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ തുമി മേരി മന്ദിർ എന്നുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ട്, രവി ചെയ്തിട്ടുള്ള. ബോംബെ രവി എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തെ നാണം കെടുത്തിയ വേറെ കാര്യം. അത് മജ്റൂർ സുൽത്താൻപുരി എഴുതിയിട്ടുള്ള പാട്ടാണ്.
കാന്താൻ എന്ന് പറയുന്ന സിനിമയിൽ ലളിതാ മങ്കേഷ്കറിന്റെ പാട്ടാണ്. അതിലിതുപോലെയാണ്, നീ എൻ്റെ ക്ഷേത്രമാണ്, എൻ്റെ ദൈവമാണ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ധരിക്കുക കുഞ്ഞിനെയാണ് ഈ പാടുന്നത് എന്നാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുഞ്ഞിനെയല്ല, തൻ്റെ ഭർത്താവിനെയാണ്. അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആൾക്ക് ഒരു ജീവിത സന്ദർഭത്തിൽ ഉണ്ടായ ഒരു മാനസികമായിട്ടുള്ള ഒരു വലിയ ഒരു ഡൗൺഫോൾ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ പാടുന്നതാണ്. ഞാൻ നോക്കുന്നിടത്തൊക്കെ നിന്റെ മുഖമാണ് എന്ന്, അങ്ങനെ പല പല കാര്യങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. അതൊരു ഒരു വല്ലാത്തൊരു ഒരു ഒരു അന്തരീക്ഷമാണ് ആ പാട്ടിൽ ഉണ്ടാവുന്നത്. അതുപോലൊരു അന്തരീക്ഷമാണ് ഈ പാട്ടിൽ. ജയചന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരൻ്റെ ഏറ്റവും മികച്ച ആലാപനങ്ങളിൽ ഒന്നാണിത്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത്, ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ ഹൃദന്തമേ എന്നാണ്. അവിടെ മാസ്റ്റർ ആ വാക്കിന് കൊടുത്ത ഒരു സിസ്റ്റം ഉണ്ട്. ഉച്ചത്തിൽ മിടിക്കൊല്ലേ, അല്ലെങ്കിൽ മാഷ്ടേ കമ്പോസിംഗ് പ്രകാരം ഉച്ചത്തിൽ നിന്നാണ് വരിക. അങ്ങനെ മാഷ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ ഇവിടെ ഉച്ചത്തിൽ മിടിക്കൊല്ലേ എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ നീ എൻ്റെ ഹൃദന്തമേ എന്ന് പറഞ്ഞ അടുത്ത വരിയില് സ്വച്ഛശാന്തം എന്നോമൽ മയങ്ങിടുമ്പോൾ എന്ന് ജയചന്ദ്രൻ പാടുന്നത് മാസ്റ്റർ പാടിയ ഒരു വെർഷൻ ഉണ്ട്. ആ ഓമൽ ഒരിക്കലും ജയചന്ദ്രന് പാടാൻ പറ്റിയിട്ടില്ല. അത് എങ്ങനെയാണെന്ന് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. മാസ്റ്റർ പാട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കൈരളിയിൽ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി ശാരദ നിലാവി ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്നു പദപത്മങ്ങൾ തരളമായിളവേൽക്കുമ്പോ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടി വരെ താമരമലർമിഴി അടയും വരെ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടി വരെ താമരമലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. പകലും രാവും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി. പകലും രാവും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി. കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ പാരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമെൻ
പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമെൻ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ബാബുഖാന്റെ പാട്ടിലേക്ക് വരുമ്പോൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറയുന്ന സിനിമയിൽ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പാട്ട് ഇന്നലെ മയങ്ങുമ്പോൾ, താമരക്കൊമ്പിളല്ലോ മമഹൃദയമൊക്കെയാണ്. പക്ഷെ മറ്റേ പാട്ടും പോപ്പുലറാണ്. പക്ഷെ ഒരു പാട്ട് കമ്പോസറുടെ ഒരു ക്രാഫ്റ്റ് നമ്മൾ തിരിച്ചറിയുന്ന പാട്ടുകളിലൊന്നാണ് അത്. കവിളത്തു കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാൻ ഓടി വന്ന വഴിയാത്രക്കാര. അതിൽ അദ്ദേഹം ചെയ്യുന്ന 2 പ്രയോഗങ്ങൾ പല്ലവിയിൽ, കേദാർ എന്ന് പറയുന്ന രാഗത്തിൻ്റെ ഒരു ഛായയിലാണ്, അതിൻ്റെ സ്കെയിലാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. കാരണം രാഗം പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാവരും തന്നെ അതിൽ കുറച്ചെങ്കിലും ഒരു രാഗത്തിൽ പാട്ടെടുത്തിട്ട് അതിൽ നിന്ന് മാറാതെ പാട്ട് ചെയ്തിട്ടുള്ള ആൾ ദേവരാജ മാഷാണ്. സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമി എല്ലാ പാട്ടുകളിലും പല രീതിയിലുള്ള മിശ്രണം കൊണ്ടാണ് മിക്കവാറും പാട്ടുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്കൊരു പാട്ട് ഒരു രാഗത്തിലാണ്, ഒരു ഫ്രെയിമിലാണെന്ന് തോന്നുമ്പോൾ അത് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറിപ്പോയിട്ടുണ്ടാവും. ബാബുരാജ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. രാഘവ മാഷ അതിലും നല്ല ഉദാഹരണമാണ്. ഇവരൊക്കെ സംഗീതത്തിൽ അഗാധമായ അറിവുണ്ടായിരുന്ന ആളുകളാണ്. കാരണം അങ്ങനെ രാഗനിബദ്ധമാക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. പാട്ട് കേൾക്കാൻ എത്രമാത്രം സുഖമുണ്ടാവണം, എത്രമാത്രം പാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ കേദാറിന്റെ ഛായയിലുള്ള അപൂർവം പാട്ടുകളെ മലയാളത്തിലുള്ളൂ. അതിൽ ഒരു പാട്ടാണ് ഇത്. കവിളത്തു കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാനോടി വന്ന വഴിയാത്രക്കാര, വഴിയാത്രക്കാര. കഥനത്തിൻ തേങ്ങൽ കേട്ടു പുതുരാഗമെന്നു കരുതി ശ്രുതി ചേർക്കാനോടിയെത്തിയ വഴിയാത്രക്കാര, വഴിയാത്രക്കാര. കവിളത്തു കണ്ണീർ കണ്ടു എന്നുടെ കഥകൾ കേൾക്കുമ്പോൾ നിൻ കണ്ണുകൾ നനയുകയാണോ? എന്നുടെ കഥകൾ കേൾക്കുമ്പോൾ നിൻ കണ്ണുകൾ നനയുകയാണോ? നിന്നുടെ സുന്ദര രാജധാനി എന്നെ വിളിക്കുകയാണോ? നീ എന്നെ വിളിക്കുകയാണോ? കവിളത്തു കണ്ണീർ കണ്ടു. ഇതൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ സംഗീതമുള്ളിടത്തോളം കാലം നിലനിൽക്കാനുള്ള സംഗതികളാണ്. എന്തോ അത്ഭുതം എഴുതി കൊടുക്കാൻ ഒരു എഴുത്തുകാരനും ആ അത്ഭുതത്തെ 10 മടങ്ങ് അത്ഭുതമാക്കാൻ സാധിക്കുന്ന ഒരു കമ്പോസറും അതിനെ വീണ്ടും അത്ഭുതങ്ങളുടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ടുകാരി, എന്ത് പറയാൻ. സംഗീതത്തിന്റെ ബാലപാഠം പോലും ഇല്ലാത്ത ആളാണ് ജാനകിയമ്മ. എല്ലായിടത്തും പറയും ഞാൻ സരിഗമയൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുക.
ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടില്ല എന്നല്ല പറയാ, ഞാൻ സരിഗമയൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയാ. ഞാനൊരിക്കൽ എന്നേറ്റ് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഞാനൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഈ മറ്റേ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആലാപനം എന്നുള്ള പാട്ട് യേശുദാസിനായിട്ടുള്ള കോമ്പിനേഷനിൽ അതിലൊരു രാഗത്തിൻ്റെ ഒരു ഭാഗത്ത്, ബിഹാഗ രാഗത്തിൻ്റെ ഭാഗത്ത് വളരെ ഗൗരവമായിട്ട് സ്വരം പാടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ അതെങ്ങനെ എഴുതിയെടുത്തിട്ട് പഠിച്ചതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കത് എഴുതാനൊന്നും അറിയില്ല, ഞാൻ അദ്ദേഹം പറഞ്ഞു തന്നു, ഞാനത് പഠിച്ചു. അപ്പം എന്താ വെച്ചാൽ ടാപ്പ് റെക്കോർഡർ പോലെ അങ്ങോട്ട് പഠിക്കുകയാണ്, പഠിച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് അവിടെയാണ് നമ്മൾ ഈ സർഗവൈഭവം എന്ന് പറയുന്നത്. എല്ലാ നമ്മൾ പഠിച്ചുണ്ടാക്കുന്ന, അക്വയർഡ് ആയിട്ടുണ്ടാക്കുന്ന അറിവിനേക്കാൾ മേലെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് സർഗവൈഭവം കൊണ്ട് ഒരാൾക്ക് എവിടെ എത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എസ് ജാനകി, അതിൻ്റെ ഉദാഹരണമാണ് ബാബുരാജ്. ഇത് തന്നെയാണല്ലോ റൂട്ട്, അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് ലീലാമ്മയുടെ ഒരു പാട്ടാണ്. ഏറ്റവും കൂടുതൽ മലയാളി മാർജിനലൈസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകാരിയാണ് പി ലീല. ഞാനെപ്പോഴും നമ്മുടെ ജയേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ജയേട്ടൻ ലീലാമ്മയുടെ കൂടെ കുറേ കാലം പാട്ട് പാടാൻ പോയ കാലത്ത് ഒരുപാട് അവരുടെ റെക്കോർഡിങ്ങിന് കൂടെ പോയിട്ടുണ്ട്. എല്ലാ റെക്കോർഡിങ്ങിനും കൂടെ കൊണ്ടുപോകും. അപ്പം ഞാൻ പറയാറുണ്ട്, ഈ മുണ്ടും നേരിയതും കൊടുത്ത പാട്ടാണ് പി ലീലയുടെ എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ആ വലിയൊരു പാട്ടുകാരിയെ വേണ്ട പോലെ നമ്മളിപ്പോഴും ഗവനിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം അവരുടെ പാട്ടിൻ്റെ വഴി അനുകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പി ലീലയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും ഉജ്ജയിനിയിലെ ഗായിക എന്ന് പാടും. അത് നല്ല പാട്ടാണ്, പക്ഷെ അത് പി ലീലയുടെ അത്ര മികച്ച പാട്ടല്ല. പി ലീലയുടെ ഏറ്റവും മികച്ച പാട്ടുകൾ മലയാളത്തിൽ പി ലീലയ്ക്ക് കൊടുത്തിട്ടുള്ളത് ബാബുരാജും രാഘവൻ മാഷുമാണ്. ആ പാട്ടുകളെല്ലാം തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പാട്ടുകളാണ്. അതിൽ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പാട്ടാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. ഇത് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ഭാസ്കരൻ മാഷാണ് എഴുതിയിട്ടുള്ളത്. ഇനി ആരെ തിരയുന്നു കുരുവി കുഞ്ഞൈ, അത്ര പോപ്പുലർ അല്ലാത്തൊരു പാട്ടാണ്. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ട് അനുരാഗ നാടകത്തിലാണ്. അതിൽ വേറെ 2 പാട്ട് ലീലാമ്മ പാടിയത്, ഒന്ന് ഇതും മറ്റൊന്ന് വേറൊരു ഗംഭീര പാട്ടും കൂടി ഉണ്ട്. ആ 2 പാട്ട് വളരെ വ്യത്യസ്തമായ പാട്ടുകളാണ്. ഇത് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പാടിയ നീ എന്തറിയുന്നു നീല താരക എന്ന് പറയുന്ന പാട്ടിന്റെ ആ ഛായയിൽ തന്നെയാണ് അദ്ദേഹം ഈ പാട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഓർക്കസ്ട്രയ്ക്ക് പോലും ചെറിയ ഒരു അടുപ്പം നമുക്കതിൽ കാണാം. കാരണം അദ്ദേഹം ഇപ്പൊ നമ്മളിവിടെ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓർക്കസ്ട്ര ആർ കെ ശേഖറാണ് എല്ലാവർക്കും ഓർക്കസ്ട്ര ചെയ്തിരുന്നത്, എല്ലാവർക്കും അറിയാം. അതിൽ ദേവരാജൻ മാഷ്ക്ക് അദ്ദേഹം ഫുൾ നൊട്ടേഷൻ എഴുതി കൊടുത്തിട്ടാണ് ചെയ്യിക്കുക. കോഡ്സ് പോലും ചെയ്യാൻ സമ്മതിക്കില്ല. കൃഷ്ണമൂർത്തി സ്വാമി തൊടാറില്ല, കാരണം അദ്ദേഹത്തിന് ഹാർമോണിയം പോലും വായിക്കാൻ അറിയാത്തത് കടലാസ് ഇങ്ങനെ കയ്യിൽ വെച്ച് ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ രാഘവൻ മാസ്റ്ററും ബാബുരാജും അവർക്ക് ആവശ്യമുള്ള ആ പശ്ചാത്തലം സംഗീതത്തിന്റെ വഴികൾ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് എല്ലാ പാട്ടുകൾക്കും ഓർക്കസ്ട്ര കേൾക്കുമ്പോൾ നമുക്ക് ആരുടെ പാട്ടാണെന്ന് മനസ്സിലാവുന്നത്. ബാബുരാജിന്റെ കൂടെ ആർ കെ ശേഖറിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മുത്തു എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് ആണ്. അതുപോലെ രാമേന്ദ്ര റാവു, മുത്തു ഒക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആള്. രാമേന്ദ്ര റാവു എന്ന് പറയുന്നത് വിദ്യാസാഗറിന്റെ അച്ഛനാണ്. ഈ ആളുകളൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ബാബുരാജിന്റെ പാട്ടിന് അതിന്റെ ഓർക്കസ്ട്രേഷന് ഒരു ഫ്ലേവർ ഉണ്ട്. അത് അതിനാവശ്യമുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയുന്നത് വിപുലപ്പെടുത്തുക എന്ന അർത്ഥത്തിലല്ല, അവനവൻ ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുകയും പാട്ട് ഫ്രെയിം ചെയ്യുന്നത് ഈ ഓർക്കസ്ട്ര ചെയ്യുന്ന ആളുമാണ്. പക്ഷേ മറ്റു പലർക്കും പാട്ട് മുഴുവൻ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതും ആർ കെ ശേഖറായിരുന്നു. അത് എക്സെപ്ഷൻ തന്നെയാണ്. അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വിവരമില്ലാഞ്ഞിട്ട് പറയുന്നതാണ്. ഒരു പാട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കമ്പോസറുടെ കയ്യൊപ്പ് എന്താണെന്ന്. നിങ്ങൾ എടുത്തു നോക്കുക, സിത്താറിലും സാരംഗിയിലും സിത്താറിലും
പിന്നെ ഫ്ലൂട്ടിലും അതുപോലെ ദിൽറുബ പോലെയുള്ള ഉപകരണങ്ങളിലും ഷെഹനായിലും ബാബുരാജിന്റെ കയ്യൊപ്പ് നിങ്ങൾക്ക് എല്ലാ പാട്ടുകളിലും കാണാം. മലയാളത്തിൽ ഷെഹനായി ഇതുപോലെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു കമ്പോസർ ഇല്ല. കൃത്യമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ആക്സന്റിലാണ് അദ്ദേഹം ഷെഹനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയാരെ തിരയുന്നു കുരുവിക്കുഞ്ഞേ, ഇരുളിൻ്റെ വിരിമാറിൽ ഈണ പോയി മറഞ്ഞല്ലോ, ഇരുളിൻ്റെ വിരിമാറിൽ ഈണ പോയി മറഞ്ഞല്ലോ, ഇനിയാരെ തിരയുന്നു കുരുവി കുഞ്ഞേ. വരില്ലീനി വരില്ലീനി വസന്തത്തിൻ നിന്നിൽ സ്വരരാഗമതു തൂകും ഹൃദയനാഥൻ. വരില്ലേനി വരില്ലേനി വസന്തത്തിൽ നിന്നിൽ സ്വരരാഗമതു തൂകും ഹൃദയനാഥൻ. ഇന്നോളം തണൽ തന്ന് പ്രണയത്തിൻ മലർവാടം ഇടിവെട്ടി കരിഞ്ഞല്ലോ, ചെറുകൂടും തകർന്നല്ലോ, ഇനിയാരെ തിരയുന്നു കുരുവി കുഞ്ഞേ, ഇരുളിൻ്റെ വിരിമാറിൽ ഈണ പോയി മറഞ്ഞല്ലോ, ഇരുളിൻ്റെ വിരിമാറിൽ ഈണ പോയി മറഞ്ഞല്ലോ, ഇനിയാരെ തിരയുന്നു കുരുവി കുഞ്ഞേ. ഒറ്റ കാര്യം നോക്കുക, ഈ ഇംപ്രവൈസേഷൻ. ഇരുളിൻ്റെ വിരിമാറിൽ ഈണ പോയി മറഞ്ഞല്ലോ, ഇരുളിൻ്റെ വിരിമാറിൽ. ഇത് അദ്ദേഹം മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ. ഇംപ്രവൈസേഷൻ മലയാള സിനിമാ സംഗീതത്തില് ഇംപ്രവൈസേഷൻ ഇതുപോലെ ചെയ്തിട്ടുള്ള വേറെ ഒരു കമ്പോസർ ഇല്ല. ഉണ്ടെങ്കിൽ അത് MS വിശ്വനാഥനാണ്. ഏത് വാക്കിനും ഇംപ്രവൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അവിടെയാണ് ദേവരാജൻ മാഷും രാഘവൻ മാഷും പാട്ട് ചെയ്ത് വെച്ചാൽ ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്. പുറത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ പാട്ട് തകരാറാവും. പക്ഷെ ഇവിടെയുള്ളൊരു കുഴപ്പം, ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് പാട്ടുകാരെ ആവശ്യമില്ലാത്ത ഇംപ്രവൈസേഷൻ കൊടുത്ത് പാട്ട് തകരാറാക്കി കളയും. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. ഇവർ കൊടുത്തിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇംപ്രവൈസേഷൻ ഭയങ്കര ബോറാണ്. ചിലർ ഈ സംഗീതത്തിലെ കഴിവ് കാണിക്കാനായിട്ട് ആവശ്യമില്ലാത്ത മൃഗയൊക്കെ ഇട്ടിട്ട് പാട്ട് ചെയ്ത് കളയും. മൃഗ ഉണ്ടാക്കാൻ ഇവർക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഇദ്ദേഹമൊക്കെ ബാബുരാജൊക്കെ ചെയ്തിട്ടുള്ള പ്ലാൻസ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ. എനിക്ക് തോന്നുന്നില്ല അതൊന്നും പാടിയ ആളുകൾ തന്നെ ശരിക്കും പാടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് 1-2 എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അപ്പൊ അടുത്ത പാട്ട് ഇത് ഒരു ഡുയറ്റാണ്. കുപ്പിവിള എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ 12 വരി പാടുന്നില്ല കേട്ടോ, 8 വരി പാടുന്നുള്ളൂ. അത് മതി, കാരണം കുറച്ച് പാട്ടുകളെ കുറിച്ച് പറയണം എന്നുള്ളത് കൊണ്ടാണ്. കുപ്പിവിള എന്ന് പറയുന്ന സിനിമയിലെ കൺമണി നീ എൻ കരം പിടിച്ചാൽ
കണ്ണുകൾ എന്തിനും വേറെ എന്നുള്ള പാട്ടാണ് ഭാസ്കരൻ മാഷ്. നമ്മൾ പോയട്രി എങ്ങനെയാണ് ഒരു പോയട്രി നമ്മൾ പറയുന്ന മീറ്ററിൽ, അതായത് വൃത്തത്തിൽ നിൽക്കുന്ന ഒരു പോയട്രി പെട്ടെന്ന് സംഗീതത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഹൈലി മ്യൂസിക്കൽ ആവുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ സിനിമയിലെ പാട്ടുകൾ. അന്ധനായിട്ടുള്ള ഒരാൾ പാടുന്നതാണ് അതിലത്തെ പാട്ടുകളൊക്കെ. ഈ കൺമണി നീയൻ കരം പിടിച്ചാൽ എന്നുള്ളത് അന്ധനായിട്ടുള്ള ആ നായകൻ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി പാടുന്നതാണ്. അടുത്തത് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ടും അന്ധനാണ് പാടുന്നത്. ഇവിടെ ഈ കാഴ്ചയും കേൾവിയും തമ്മിലുള്ള ഒരു സംഗതിയെ, അകക്കാഴ്ചയെ കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരുപക്ഷെ ഒരു വലിയ കവിതയുടെ നിലവാരത്തിലാണ് ആ പാട്ട് നിൽക്കുന്നത്. 12 വരിക്കകത്ത് ഇവരുടെ ജീവിതം പരിപൂർണമായിട്ട് പറയണം. അത് എളുപ്പമല്ല. എഴുതുന്നയാൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ആ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ പാട്ട് പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പോഴും എഴുതുന്നയാൾക്ക് സ്വാതന്ത്ര്യമില്ല. ട്യൂൺ ഫ്രെയിം ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്, അതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പാട്ടുകൾ പലപ്പോഴും ട്യൂണിനനുസരിച്ച് വരുമ്പോൾ എഴുതുന്ന ആൾക്ക് എത്ര പ്രതിഭാശാലിയാണെങ്കിലും എഴുതുന്നയാൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഇത് ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ പാട്ടിലേക്ക് വരാം. ഇത് ലവ് ഇൻ കേരള എന്ന് പറയുന്ന സിനിമയിലത്തെ ഒരു പാട്ടാണ്. ഇതുപോലെ ജയചന്ദ്രനും വസന്തയും പാടിയിട്ടുള്ളതാണ്. ഇത് ബാബുഖാന്റെ ഈ കല്യാണി രാഗത്തോടുള്ള മമത 675 650 700 അടുത്ത് പാട്ട് ചെയ്തിട്ടുണ്ട് ആള് സിനിമയ്ക്ക്. അതിൽ ഒരു 65% തന്നെ പറയാം കല്യാണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഗങ്ങളിലാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കല്യാൺ ഘാട്ടിലുള്ള രാഗങ്ങളിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പീലു എന്ന് പറയുന്ന സംഗതിയാണ്, പഹാടി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട. മറ്റു രാഗങ്ങളിലൊക്കെ ഒറ്റയും തെറ്റായ പാട്ടുകളെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്ത് തൊട്ടാലും ഇത് വരും. എന്നാൽ ഒരു പാട്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. എവിടെയാണ് അതിന്റെ വലിയ ഒരു പാട്ടിന് നമുക്കൊരു വേറൊരു പാട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒരു പാട്ടിന് നമുക്ക് ആ പാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ആളുടെ എന്താ പറയുക ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പാട്ട്. ഇത് ഞാൻ പറയണത് ഇതിന്റെ ആലാപനത്തിന്റെ ഒരു സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് പറയുന്നത്. മധു പകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ മറന്നു വെച്ചു പോയേ ഞാൻ മധുര മധുരമൊരു ഗാനം. മധു പകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ മറന്നു വെച്ചു പോയേ ഞാൻ മധുര മധുരമൊരു ഗാനം. പിടയും നെഞ്ചിലമരുമ്പോ പിരിയുമെന്നതാരോർക്കാൻ, പിടയും നെഞ്ചിൽ അമരുമ്പോ പിരിയുമെന്നതാരോർക്കാൻ, അലിഞ്ഞലിഞ്ഞു ചേരുമ്പോ അകലുമെന്നതാരോർക്കാൻ, അലിഞ്ഞലിഞ്ഞു ചേരുമ്പോ അകലുമെന്നതാരോർക്കാൻ. മധു പകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ മറന്നു വെച്ചു പോയേ ഞാൻ മധുര മധുരമൊരു ഗാനം. ഞാനിത് കറക്റ്റ് സ്കെയിലല്ല പാടുന്നത്. കറക്റ്റ് സ്കെയിൽ പാടിയാലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ കുറേ പാട്ട് പാടാനുള്ളത് കൊണ്ട് എൻ്റെ തൊണ്ട ഇടയ്ക്ക് പണി മുടക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഹാഫ് നോട്ട് കുറച്ചാണ് പാടുന്നത്. ഇതില് കൺമണി നീയൻ കരം പിടിച്ചാൽ എന്നുള്ള പാട്ടില് AM രാജ എന്ന് പറയുന്ന പാട്ടുകാരൻ കുറേ പാട്ടുകള് ബാബുഖാന് വേണ്ടി പാടിയിട്ടുണ്ട്. പലാണ് തേനാണ്, കൽബിലെ കൺമണിക്ക്, പഞ്ചാര കുഴമ്പാണ്, അങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട്. ഇത്
കിഴക്കേ മലയിലെ വെണ്ണിലാവ് എന്ന് പറയുന്ന ഡുവേറ്റ്. ഇതില് അദ്ദേഹവും സുശീലാമ്മയും പാടുന്നു. കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത്. സുശീലാമ്മ നൽകുന്ന ഒരു വെളിച്ചമല്ല ഇതില് രാജാ സാറ് പാടുമ്പോൾ കിട്ടുന്നത്. ഒരു വരിയില് കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ വസന്തം എന്തെന്നറിയും ഞാൻ കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. അടുത്തത് മാഷ്ട ഒരു പാട്ടാണ്. യൂസഫ് അലി സാർ എഴുതിയ ഒരു പാട്ടാണിത്. അതിന് മുൻപ് യൂസഫ് അലി സാറിന്റെ വേറൊരു പാട്ട് മിണ്ടാപ്പെണ്ണ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്. അതിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഒരു പാട്ട്, ഒരു സിംഗർ പാടുമ്പോൾ ഒരു പാട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളൊരു ഉദാഹരണത്തിനാണ് ഞാനീ പറയുന്നത്. പലയിടത്തും മാഷ ഈ രീതി ഉപയോഗിച്ചിട്ടുണ്ട്. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും, തങ്കക്കിനാവിൽ തളിർക്കും, കല്യാണപ്പന്തലിൽ പൂക്കും. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും, തങ്കക്കിനാവിൽ തളിർക്കും, കല്യാണപ്പന്തലിൽ പൂക്കും. കണ്ണീരാൽ നിത്യം നനയ്ക്കും, നെടുവീർപ്പാൽ വളമേകുമെന്നും. കണ്ണീരാൽ നിത്യം നനയ്ക്കും, നെടുവീർപ്പാൽ വളമേകുമെന്നും. കരിയാതെ വാടാതെ നിൽക്കും എൻ്റെ കരളിലെ അനുരാഗ വല്ലി. അനുരാഗം കണ്ണിൽ മുളയ്ക്കും. ആ വാക്ക് നോക്കുക, അനുരാഗം എന്നുള്ള വാക്ക്. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൂന്നി നിൽക്കും. അവിടെ കണ്ണീരാൽ നിത്യം നനയ്ക്കും, നെടുവീർപ്പാൽ വളമേകുമെന്നും. കണ്ണീരാൽ നിത്യം നനയ്ക്കും, നെടുവീർപ്പാൽ വളമേകുമെന്നും. കരിയാതെ വാടാതെ നിൽക്കും എൻ്റെ കരളിലെ അനുരാഗ വല്ലി. അതാണ് കണ്ണീരാൽ നിത്യം നനയ്ക്കുകയും നെടുവീർപ്പാൽ വളമിടുകയും ചെയ്ത് കൊണ്ടുവന്ന കരിയാതെ വാടാതെ നിൽക്കുന്ന അനുരാഗവല്ലിയെ കുറിച്ചാണ് യൂസഫ് അലി സാർ എഴുതിയിട്ടുള്ളത്. യൂസഫ് അലി സാറിന്റെ മറ്റൊരു പാട്ടാണിത്, മലരേ മാതള മലരേ. ഇപ്പൊ ഒരു പുസ്തകത്തിന്റെ സഹായമാണ് എനിക്ക്, പണ്ടത്തെ പോലെയല്ല, വാക്കുകൾ മറന്നു പോകുന്നുണ്ട്. അപ്പൊ ഒരു ധൈര്യത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കണം. മലരേ മാതള
മാതളമലരേ മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകര വരവായി ഇന്ന് മാറോടു ചേർക്കാൻ വരവായി മലരേ മാതള മലരേ ആയിരം തിരിയുള്ള ദീപം കൊളുത്തി അഭിലാഷവാഹിനി ഒഴുകി ആയിരം തിരകുള്ള ദീപം കൊളുത്തി ആകാശത്തിരുനട തുറന്നു പാവന പ്രേമത്തിൻ പുഷ്പാഞ്ജലിയുമാ പാതിരപ്പൂവുകൾ വിടർന്നു പാതിരാപ്പൂവുകൾ വിടർന്നു മലരേ മാതള മലരേ മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകര വരവായി നിന്നെ മാറോടു ചേർക്കാൻ വരവായി മലരേ മാതള മലരേ. അതില് വേറൊരു മാറോട് ചേർക്കലുണ്ട്. മാതള മലരേ മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകര വരവായി നിന്നെ മാറോടു ചേർക്കാൻ വരവായി മലരേ മാതള മലരേ. മലരേ എന്നുള്ളത് സല്യൂട്ടേഷൻ ആണ്, സംബോധനയാണ്. അനുരാഗിണി സംബോധനയാണത്. പ്രാണസഖി ഞാൻ സംബോധനയാണ് പ്രാണസഖി എന്നുള്ളത്. ഭാസ്കരൻ മാഷ് സംബോധന ചെയ്തത് അങ്ങനെ കുറേ വാക്കുകളിലാണ്. വയലാർ വേറൊരു രീതിയിലാണ്, ചക്രവർത്തിനി എന്നൊക്കെയാണ് വയലാർ സംബോധന ചെയ്യുക. ONV കുറുപ്പ് വേറൊരു രീതിയിലാണ്, മധുമക്ഷികൈ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്യുക. താരകരൂപിണി എന്നാണ് ശ്രീകുമാരൻ തമ്പി സംബോധന ചെയ്യുക. അങ്ങനെ ആരും തൻ്റെ പ്രിയപ്പെട്ടവളെ വിളിച്ച ചരിത്രമില്ല. താരകരൂപിണി ഏറ്റവും പുതിയൊരു എക്സ്പ്രഷനാണ്, ഭാഷയിലെ ഏറ്റവും പുത്തൻ എക്സ്പ്രഷനാണത്. താരകരൂപിണി എന്ന് പ്രിയപ്പെട്ടവളെ വിളിക്കുക. തമ്പി സാർ ഒരുപാട് പ്രത്യേകമായിട്ട് വാക്കുകൾ അങ്ങനെ കോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അടുത്തത് യൂസഫലി സാറിൻ്റെ തന്നെ വേറൊരു പാട്ടാണ്. ഇത് ഞാൻ ബാബുരാജിൻ്റെ ഒരു കോമ്പസിഷൻ സ്കില്ല് കാണിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതിന് ചരണത്തും തുടങ്ങാം. നീ എന്തറിയും കണ്ണിൻ മണി നിശബ്ദമാമിൻ വേദനകൾ. നീ എന്തറിയും കണ്ണിൻ മണി നിശബ്ദമാമിൻ വേദനകൾ. ചിറകറ്റുമോഹം വീണടിയുമ്പോൾ കരളിലുയരും യാതനകൾ. ചിറകറ്റുമോഹം വീണടിയുമ്പോൾ കരളിലേരിയും
യാതനകൾ കണ്ണീരാലൊരു പുഴയുണ്ടാക്കി കളിവഞ്ചി തുഴയുന്നു കാലം കളിവഞ്ചി തുഴയുന്നു ഉരുകും കരളിൽ വിധിയുടെ കൈകൾ ഊഞ്ഞാലു കെട്ടുന്നു ആടാ ഊഞ്ഞാലു കെട്ടുന്നു. ഇത് പ്രിയ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ഇതിലൊരൊറ്റ കാര്യം നോക്കിയാൽ മതി. നീ എന്തറിഞ്ഞു കണ്ണിൻ മണി നിശബ്ദമാമിൻ വേദനകൾ ചിറകറ്റുമോഹം വീണടിയുമ്പോൾ കരളിലേരിയും യാതനകൾ ചിറകറ്റുമോഹം. അങ്ങനെ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്, അത് ബാബുരാജ് മാത്രമാണ്. മറ്റൊരാൾക്കും അനുകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ അത്തരമൊരു ഫ്രേസിങ് അനുകരിക്കാൻ സാധിക്കില്ല. കട്ടെടുക്കാം, അനുകരിക്കാൻ സാധിക്കില്ല. ഒരുപാട് കട്ടെടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ, അതൊന്നും ഞാൻ പറയുന്നില്ല. വേറൊരു പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്, ഇതെനിക്ക് നേരിട്ട് ജാനകിയമ്മ പറഞ്ഞൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ച്, ഇത് മാത്രം പോപ്പുലറായ പാട്ടല്ല. ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പാട്ട് പാതിരാവായില്ലോ എന്ന് പറയുന്ന ഡുയറ്റാണ്, മനസ്വിനി. പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളാണ് തെളിഞ്ഞു പ്രേമയമുന വീണ്ടും, കണ്ണീരും സ്വപ്നങ്ങളും. പിന്നെ ആരാധികയുടെ പൂജാകുസുമം എന്ന് പറയുന്ന പാട്ട് ഒരുവിധം കേട്ടിട്ടുണ്ട് എല്ലാവരും. പക്ഷെ മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം എന്ന് പറയുന്ന പാട്ട് അത്ര പോപ്പുലർ അല്ല. അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് ഞാനൊരിക്കൽ വെറുതെ സംഭാഷണത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഈ ബാബുരാജിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് അമ്മ വന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാബുരാജിന്റെ പാട്ട് പാടാൻ ബുദ്ധിമുട്ടിയ പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പാട്ട് ഞാൻ പാടാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാനും യേശുദാസും പാടിയ ഒരു ഹിറ്റ് ഡുയറ്റ് ഉണ്ട് പാട്ട് സിനിമയിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മനസ്സിനുയല്ലേ സിനിമ? ആ അത് തന്നെ സിനിമ, അതിൽ വേറെ 1-2 പാട്ടുകളുണ്ട്, അതിലൊരു പാട്ട് ഞാൻ പാടി, ഞാൻ മുട്ടി വിളിക്കുന്നു, അത് തന്നെ. അതിൻ്റെ പല്ലവി എനിക്ക് 9 മണിക്ക് പാട്ട് പഠിപ്പിക്കാറുണ്ട്, 9 മണിക്ക് പല്ലവി പറഞ്ഞു കൊടുത്തിട്ട് 12 മണിയാകുമ്പോഴേക്ക് പല്ലവി പഠിച്ചു. പല്ലവി പഠിച്ചിട്ട് അടുത്ത ചരണം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം. ചരണം പാടിയ ഉടനെ അമ്മ പറയാണ്, ചരണം പാടിയ ഉടനെ എനിക്ക് തല കറങ്ങി, ഇതെങ്ങനെ പാടും, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള വെള്ളമൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചരണം പഠിക്കാൻ പോയത് എന്ന് ജാനകിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പാട്ട് ഇങ്ങനെയാണ്. മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം ഉദ്യാനപാലക ഉണരുണരു ഉണരുണരു പുത്തനാം രഥമേറി വന്നു വസന്തറാണി ഉദ്യാനപാലക ഉണരുണരു മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം ഉദ്യാനപാലക ഉണരുണരു ഉണരുണരു. ഇത്ര ടഫാണ് നോക്കുക പാട്ട്. ഇതിന്റെ ചരണം, ആദ്യത്തെ ചരണം എങ്ങനെയാണ്? മരതക കാടുകൾ ആയിരമായിരം, ഇതാണ് പാട്ട്. പക്ഷെ അദ്ദേഹം പഠിപ്പിച്ചത് 2ാമത്തെ ചരണമാണ്. സ്വപ്നവൃന്ദാവനത്തിൽ പൂവിറുക്കുവാൻ വന്ന് അപ്സരരമണിയാ ഈ വസന്തം. സ്വപ്നവൃന്ദാവനത്തിൽ പൂവിറുക്കുവാൻ വന്ന്
അപ്സരരമണിയാ നീ വസന്തം. മുഗ്ധമീ പ്രേമത്തിൻ്റെ മുത്തുക്കുടയുമേന്തി എത്തുക നീവളെ വരവേൽക്കുവാൻ. മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം ഉദ്യാനപാലക. ഉണരുണരൂ ഉണരുണരൂ. മുട്ടി വിളിക്കുന്നു എന്നാണ്. ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ല. വൃഥ എന്ന വാക്കെഴുതിയപ്പോൾ മാഷോട് ചോദിച്ചു, ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. ഈറനൊടുത്തും കൊണ്ട് അമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലെ കണ്ണീരിൽ മുങ്ങിയൊരി കൊച്ചു കിനാവുകൾ എന്തിനീ ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥ, എന്തിനീ ദേവനെ കൈകൂപ്പുന്നു. വൃഥ എന്നുള്ളത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു വെറുതെ എന്നാണ്. എന്നാ പിന്നെ വെറുതെ എന്ന് എഴുതിയാ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ വൃഥ എന്നുള്ള സംസ്കൃത പദം എത്ര മനോഹരമായിട്ടാണ് ആ മ്യൂസിക് ഫ്രേസിനകത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് നോക്കുക. അതാ ഞാൻ പറഞ്ഞത്, വരം കിട്ടിയതാണ്, അല്ലാതെ ജ്ഞാനമല്ലാതെ. ജ്ഞാനമുള്ള ആൾക്കാരെ നമ്മളിവിടെ കാണുന്നില്ലേ? ഡബിൾ എംഎയും ഡോക്ടറേറ്റൊക്കെ മ്യൂസിക്കിലുള്ള ആളുകൾ എത്രയോ ഉണ്ട്. അടുത്ത് ഈ പാട്ടിന്റെ തുടർച്ച ഞാൻ ഒരു രാഗഛായയിലുള്ള ഒരു സിംഗർ പാടിയ, ഒരേ സിംഗർ ഒരേ സിറ്റുവേഷൻ, അതാണ് ഒരേ രാഗഛായയാണ്, ഒരേ സിംഗറാണ്, ഒരേ സിറ്റുവേഷനാണ്, രണ്ട് കമ്പോസർ. ആദ്യത്തെ പാട്ട് ബാബുക്കയുടെ പാട്ടാണ്. ഇത് അഗ്നിപുത്രി എന്ന് പറയുന്ന സിനിമയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. രണ്ടും ഈ ശിവരഞ്ജനിയുടെ റൂട്ടിലാണ് പാട്ട്. രണ്ടും പാടിയിട്ടുള്ളത് സുശീലമ്മയാണ്. കഥയും ഏതാണ്ട് ഒരുപോലെയാണ്. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ജീവിതത്തിൽ വഴിമാറി സഞ്ചരിക്കേണ്ടി വന്ന ഒരു പെണ്ണ് പാടുന്നതാണ് ഈ പാട്ട്. അതില് ദൈവത്തിന്റെ നിശബ്ദതയെയും ദൈവത്തിന്റെ അനീതിയെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അടുത്ത പാട്ട് ചുക്കിലെ പാട്ടാണ്, ദേവരാജ മാസ്റ്റർ ചെയ്തത്, കാദംബരി പുഷ്പ സദസ്സിൽ. അതും ഇതേ സിറ്റുവേഷനാണ്. ഒരേ സിറ്റുവേഷൻ, ഒരേ രാഗത്തിലെ ഒരേ എഴുത്താണ്. രണ്ടും എഴുതിയിട്ടുള്ളത് വയലാറാണ്. അതിൻ്റെ ഒരു കമ്പോസർമാര് മാറുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പാട്ട് ഇവിടെ പാടുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ആയോ? ഞാൻ കൂടുതൽ സമയം എടുത്തോ? വേണമെങ്കിൽ എപ്പോൾ ആണെങ്കിൽ നിർത്തട്ടോ, നിങ്ങളുടെ ഗാനമേള തുടങ്ങാൻ അറ്റ് എനി ടൈം. കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളെ ദേവദാസി, മറക്കൂ മറക്കൂ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ
പ്രതിമകളെ മറക്കൂ നിങ്ങളെ ദേവദാസി മറക്കൂ മറക്കൂ. ആയിരമായിരം അന്തഃപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണു ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങൾ ദേവദാസി മറക്കൂ മറക്കൂ. കർപ്പൂരനാളമായി നിങ്ങൾ തൻ മുന്നിൽ കത്തിയെരിഞ്ഞവൾ ഞാൻ ഒരു നാൾ കത്തിയെരിഞ്ഞവൾ ഞാൻ. കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരായി കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരായി കാൽക്കൽ വീണവൾ ഞാൻ കാൽക്കൽ വീണവൾ ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങൾ ദേവദാസി മറക്കൂ മറക്കൂ. മാഷ് ആ പാട്ടിന് മുമ്പ് ഞാൻ മാഷിന്റെ വേറെ ഒന്ന് രണ്ട് പാട്ടുകളെ കുറിച്ച് പറയാൻ വിചാരിക്കുന്നു. ഒരു പാട്ട് എല്ലാവരും കേട്ടിട്ടുള്ളൊരു പാട്ടാണ്, ഇതാ ഇതാ ഇവിടെ വരെ. ഇതാ ഇതാ ഇവിടെ വരെ എന്നുള്ള സിനിമയിലുള്ളതാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയാനുള്ള കാരണം, യൂസഫ് സിതാർ പറഞ്ഞത് ഇതാ ഇതാ ഇവിടെ വരെ, ഈ യുഗ സംക്രമ സന്ധ്യ വരെ, പരിണാമസാഗര സീമ വരെ, പരിവർത്തനത്തിന്റെ പാത വരെ എന്ന് അദ്ദേഹം എഴുതി കൊടുത്ത വരികൾ മാഷെടുത്ത് കൊടുത്തിട്ട് അദ്ദേഹം പോയി വന്നപ്പോ അദ്ദേഹത്തിന്റെ ഇതാ ഇതാ ഒറ്റ വാക്ക് പോലെയാണ് മാഷ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇതാ ഇതാ ഇവിടെ വരെ എന്നാണ്. മാഷ് അതിനെ ബ്രേക്ക് ചെയ്ത് രണ്ടാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ മാഷാണ് മുറിച്ചതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ഷെ ട്യൂൺ കേൾക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതാ ഇതാ ഇവിടെ വരെ, ഒരു യുഗസംക്രമ സന്ധ്യ വരെ, പരിവർത്തനത്തിന്റെ പാത വരെ, പരിണാമ സാഗര സീമ വരെ. ഇതാ ഇതാ ഇവിടെ വരെ, ഈ യുഗസംക്രമ സന്ധ്യ വരെ, പരിവർത്തനത്തിൻ്റെ പാത വരെ, പരിണാമസാഗര സീമ വരെ. ഇതാ ഇതാ ഇവിടെ വരെ എന്ന് കവിതയിൽ നിന്ന് എടുത്തിട്ട് ഇത്ര അർത്ഥഗർഭമായിട്ട്
ഇത്ര കൃത്യമായിട്ട് നമ്മൾ കാണുന്ന പോലെ സംഗീതത്തിൽ വ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ് മാസ്റ്ററെ ഞാൻ ഏറ്റവും വലിയ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയാനുള്ള കാരണം. ഇതൊരു ഉദാഹരണമാണ്. ആയിരക്കണക്കിന് ചാർജ് ചെയ്ത എല്ലാ പാട്ടും നമുക്ക് വെച്ച് ഈ ഉദാഹരണം പറയാം. പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ. ഇത് കാളിദാസന്റെ കുമാരസംഭവത്തിലെ ഒരു ശ്ലോകമാണ്. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ ഒരു മഴത്തുള്ളി പാർവതിയുടെ ഈ സീമന്തരേഖയിൽ വന്ന് നെറ്റിയിൽ വീണിട്ട്, ഈ നെറുകയില് സീമന്തരേഖയിൽ വീണിട്ട് ആ മഴത്തുള്ളി പാർവതിയുടെ നെറ്റിയിലൂടെ മൂക്ക് തൊട്ട് ചുണ്ടു തൊട്ട് ഇങ്ങനെ സഞ്ചരിച്ച് നാഭിയിലെത്തുന്നതാണ് കാളിദാസൻ വർണ്ണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വയലാറോട് പറഞ്ഞിട്ടുള്ളത്. ആ ശ്ലോകത്തിന്റെ ഒരു പരിധി വരെ കാളിദാസ ശ്ലോകത്തിന്റെ പരാവർത്തനമാണ്, അതായത് ട്രാൻസ്ലേഷനാണ് വയലാർ ഈ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതില് ഈ അഴക് എന്നുള്ള വാക്കും സുന്ദരി എന്നുള്ള വാക്കും മാസ്റ്റർ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മാത്രം ഞാൻ പറയാം. അപ്പം മഴ നനഞ്ഞു നിൽക്കുന്ന ഈ പെണ്ണിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇയാളുടെ മനോവികാരമാണ് പാട്ടായിട്ട് കേൾക്കുന്നത്. കൺപി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ. കൺപീലികളിൽ തങ്ങി കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി മാറിൽ തട്ടി പടർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയൊരു തടാകമാക്കി പവിഴമഴത്തുള്ളി പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി സുന്ദരിയാക്കി. ഇതില് ഒരു സുന്ദരി എഴുതി കൊടുത്തിട്ടുള്ളൂ വയലാർ. അടുത്ത സുന്ദരി മാഷ്ട വകയാണ്. ഒരു സുന്ദരി കൊണ്ട് സുന്ദരി ആയില്ല എന്നുള്ള തീരുമാനം കൊണ്ടാണ് അടുത്ത സുന്ദരിയെ ഉപയോഗിക്കുന്നത്. പൊക്കിൽ കുഴിയൊരു തടാകമാക്കി പവിഴമഴത്തുള്ളി പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി സുന്ദരിയാക്കി. സുന്ദരി എന്നുള്ള രണ്ട് തരത്തിൽ രണ്ട് സുന്ദരിയെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സുന്ദരി വരുമ്പോഴേക്ക് സൗന്ദര്യം അതിന്റെ പാരമ്യത്തിലെത്തുകയാണ്. ഇതിനാണ് നമ്മൾ ഒരു കമ്പോസറുടെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണി മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണി മാല്യം
കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ, നിർമാല്യം. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. എന്തിനിതു തെരുവിൽ നിന്നെടുത്തു, വീണ്ടും എന്തിനിതിൽ പനിനീർ തളിച്ചു, എന്തിനിതിൽ ചിറകുകൾ മുളച്ചു, വീണ്ടും എന്തിനിതിൽ പനിനീർ തളിച്ചു. സ്വർഗസോപാനത്തിൽ നിന്നു നീ എന്തിനി മഗ്നലനയിൽ വന്നു, എൻ്റെ ഈ മഗ്നലനയിൽ വന്നു. മൂടുക മൂടുക രോമഹർഷങ്ങളാൽ മൂടുകീ കൈനഖവടുക്കൾ. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ, നിർമാല്യം. കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. അടുത്ത പാട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ഒരുപക്ഷെ യൂറോപ്യൻ പോയട്രിയൊക്കെ അറിയുന്ന ആളുകൾക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരു കാവ്യ ഭാവനാ രീതിയാണ് ഇതിനകത്ത് മാഷ് ഉപയോഗിച്ചിട്ടുള്ളത്. 2-3 പാട്ടിലുണ്ട്. 2-3 പാട്ടിലെല്ലാം മാഷ പാട്ടുകളിലൊക്കെ ഉണ്ട്. അത് ഭാസ്കർ മാഷ്. ഒന്ന് ഇരുകണ്ണീർ തുള്ളിയാണ്, മറ്റൊന്ന് ഈ അവിടുന്ന് ഗാനം കേൾക്കാൻ. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നുള്ളതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ടുള്ള യൂറോപ്യൻ പോയട്രിയുടെ സ്ട്രക്ചറാണ്. ONV കുറുപ്പാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റൈലിൽ പാട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷെ മാഷ് വളരെ നേരത്തെ എഴുതിയ അല്ലിയാമ്പലൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കവിത പഠിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് കവിത രൂപപ്പെടുന്നു വരുന്നതെന്ന് മനസ്സിലാക്കാൻ അല്ലിയാമ്പൽ എന്നുള്ള പാട്ടെടുത്ത് വെച്ചാൽ നമ്മളതൊന്നും കേൾക്കില്ല. അതാണ് വേറൊരു വിഷയം. പഠിക്കുന്ന ആളുകൾ തീരെ കേൾക്കില്ല, ഒരു പുസ്തകം മാത്രമേ പഠിക്കുകയുള്ളൂ. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കുറേ പാട്ട് ചെയ്തിട്ടുണ്ട് ബാബുക്ക. ഏറ്റവും പോപ്പുലറായിട്ട് നമുക്കറിയാവുന്ന പാട്ട് താമരക്കുമ്പിളല്ലോ മമ്മ ഹൃദയം. പ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡെവോഷന്റെ സ്വഭാവമുള്ള പാട്ട്, ഇത് അത്യാവശ്യം വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാട്ട് ആ സിനിമയിലുണ്ട്. അത് കൽപ്പനാരാമത്തിൽ നിന്നുള്ള പാട്ടാണ്. ഇബ്രാഹിം പാടിയ ഒരു പാട്ട്, വളരെ പോപ്പുലറാണ് അത്. ഈ പാട്ട് അത്രയ്ക്ക് പോപ്പുലർ അല്ല. കൃഷ്ണദയാമയ ദൈന്യനാശന കൃപാമൃതം ചൊരിയൂ എന്നൊരു പാട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് പാപ്പന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കൃഷ്ണദയാമയ ദൈന്യനാശന കൃപാമൃതം ചൊരിയൂ. ആകുല ഭീകര സാഗരത്തിരയിൽ, ആകുല ഭീകര സാഗരത്തിരയിൽ അച്യുത നിൻ പദം ശ്യാമതീരം, അച്യുത നിൻ പദം ശ്യാമതീരം. കൃഷ്ണദയാമയ ദൈന്യനാശന കൃപാമൃതം പകരൂ. വഴിയിൽ വാടി കരിഞ്ഞു വീണൊരു വസന്ത കുസുമം ഞാൻ,
വണങ്ങുവാൻ നിൻ പദത്തിൽ വീണൊരു വനാന്ത കുസുമം ഞാൻ. കൃഷ്ണദയാമയ ദൈന്യനാശന കൃപാമൃതം പകരൂ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കു വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം. നാണം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കണം നോക്കൂ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കു വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. അവിടുന്നിൻ ഗാനം കേൾക്കാം. അനുരാഗാനമായ അവിവേകി പെണ്ണാകും ഞാൻ, അനുരാഗാനമായ അവിവേകി പെണ്ണാകും ഞാൻ. കഥനഗാനമായാലെന്തേ ഹൃദയത്തിനു മുറിവേറ്റാലോ, കഥനഗാനമായാലെന്തേ ഹൃദയത്തിനു മുറിവേറ്റാലോ. അവിടുന്നിൻ ഗാനം ജാനകിയമ്മ ഏറ്റവും പ്രിയപ്പെട്ട് പറയുന്ന പാട്ടുകളിൽ ഒന്നാണിത്. ഇതും ഇരുകണ്ണീർ തുള്ളിയുമാണ് അവരെപ്പോഴും എപ്പോഴും പറയാറുള്ള, ഇന്റർവ്യൂലൊക്കെ പറയാറുള്ള രണ്ട് പാട്ടുകൾ, പ്രധാനപ്പെട്ട രണ്ട് പാട്ടുകൾ. അടുത്ത പാട്ടും ഇതുപോലെ ഒരു രാഗഛായയിലുള്ള പാട്ടുകൾ രണ്ട് കമ്പോസേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സംഗതിയാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് ദേവരാജ് മാസ്റ്റർ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ട് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ട് പാടുന്നതിന് മുൻപ് മാസ്റ്റർ സുശീലാമ്മയുടെ ഒരു പാട്ട് ഞാൻ പാടാം. അതെന്താ വെച്ചാല് ആലാപനത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അത്. മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം, മുത്തം തന്നുണർത്താം. രണ്ട് വരിയുള്ള പാട്ടിന് പിന്നെ അടുത്ത വരിയായിട്ട് ചെയ്യുന്നത് ആരീരം എന്നുള്ള ഒരു സംഗതിയാണ്. രണ്ട് വരിയുള്ള പല്ലവിയാണ്. മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം, മുത്തം തന്നുണർത്താം. അടുത്ത് പാടുന്നത് മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം, മുത്തം തന്നുണർത്താം. ആ ഒരു പ്രയോഗത്തില് ഈ പാട്ടിന് വേറൊരു ഡയമെൻഷനാണ് വരുന്നത്. മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം എന്ന് പാടുന്നതും മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം,
മുത്തം തന്നുണർത്താം ഞാൻ. മാലാഖമാരുടെ കഥ വേണു, മഗ്നലമറിയത്തിൻ കഥ വേണു, മുൾമുടി ചൂടിയ ശ്രീയേശുദേവന്റെ ദുഃഖത്തിൻ കഥ വേണു. കൺമണി ദുഃഖത്തിൻ കഥ വേണു. മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം, മുത്തം തന്നുണർത്താം ഞാൻ. രണ്ട് ലെവലിൽ എടുക്കാതെ മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം എന്നുള്ളത് മുത്തശ്ശി കഥ എന്ന് പറഞ്ഞാലും എടുക്കാം. പക്ഷെ മാഷ് ചെയ്തിട്ടുള്ളത് മുത്തശ്ശി കഥ പാടുന്നത്, പാട്ട് പാടി കൊടുക്കുന്നത് മുത്തശ്ശിയല്ല, ഒരു യുവതിയാണ്. മറിച്ച് മുത്തശ്ശി കഥ ഉറക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് മാറിപ്പോകും. മാസ്റ്റർ കൃത്യമായിട്ട് മുത്തശ്ശി കഥ എന്നുള്ള ഒറ്റ പദമാണ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇത്ര സൂക്ഷ്മമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആലോചിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എങ്കിലും ഈ പാട്ട് നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഇത്ര സൂക്ഷ്മമായിട്ടത് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്രയൊന്നും പണിയില്ല സംഗീതം കൊടുക്കാൻ. ഒരു ട്യൂൺ ഉണ്ടാക്കുക, ഒരാൾ എഴുതുക, ഒരാൾ പാടുക, ഒരു ഏറ്റവും പുതിയ സിന്തസൈസർ ഒരെണ്ണം വാങ്ങി വെക്കുക. ഐപോഡ് സിന്തസൈസർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് സംഭവങ്ങളും ശരിയായി. ഇപ്പോൾ നൊട്ടേഷൻ പോലും എഴുതി കൊടുക്കുന്നുണ്ട് സിന്തസൈസർ. വോക്കലായിട്ട് നമ്മൾ പാടിക്കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് നൊട്ടേഷൻ സിന്തസൈസർ എഴുതി തരും. അപ്പോൾ ഈ വയലിൻ പോലെയുള്ള സംഗതികളൊക്കെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോർഷൻ, ഒരു ഫ്രേസ് നമുക്ക് ചെയ്യണമെങ്കിൽ വെറുതെ നമ്മൾ വായോണ്ട് പാടിക്കൊടുത്താൽ മതി. ഓർണമെന്റേഷൻ വരെ സിന്തസൈസർ എഴുതി തരും. ഇനി എന്ത് വേണം? അടുത്ത പാട്ട് ഞാൻ പറഞ്ഞില്ലേ, സിന്ധു ഭൈരവിയുടെ ഛായയിലുള്ള പാട്ട്. എത്ര സമയം നിർത്താറായി എന്ന് തോന്നുന്നു. 2-3 പാട്ടിൽ നിർത്താൻ ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം തകരാറാവും. ഇത് തുടങ്ങി വെച്ചാലുള്ളൊരു കുഴപ്പതാ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. ബാബുഖാന്റെ പാട്ട്. ഇതില് ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവപ്പാതിയും ഓടിയെത്തി എന്നാണ്. ഇതിന്റെ ആദ്യത്തെ ഫ്രേസിങ്ങില് ജാനകിയമ്മ, അതായത് ഈ വിരുത്തം പോലെ ആഡ്ലിബ് പോലെ പാടുന്നുണ്ട്. അതിനകത്ത് കരഞ്ഞും എന്നുള്ളിടത്ത്
ആ കരഞ്ഞും എന്ന് പറയുന്നതിൽ ശബ്ദം ഇടറിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും പാട്ട് ശ്രദ്ധിച്ചു നോക്കുക. ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ ഒരു കമ്പോസിങ്ങിലുള്ള ഏറ്റവും വലിയ സ്കില്ല് കാണുന്ന പാട്ടുകളിൽ ഒന്നാണിത്. ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവ പാതിയും ഓടിയെത്തി ഇടവ പാതിയും ഓടിയെത്തി തുടങ്ങി കണ്ണുകൾ പേമാരി തുടങ്ങി കണ്ണുകൾ പേമാരി മടങ്ങിയിട്ടില്ലല്ലോ മണിമാരൻ മടങ്ങിയിട്ടില്ലല്ലോ മണിമാരൻ ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവ പാതിയും ഓടിയെത്തി ഇടവ പാതിയും ഓടിയെത്തി ആശതൻ വയലിൽ കാത്തുവളർത്തിയൊരാന കൊടന്നെല്ല് മറഞ്ഞുവല്ലോ ആശതൻ വയലിൽ കാത്തുവളർത്തിയൊരാന കൊടന്നെല്ല് മറഞ്ഞുവല്ലോ കരളിൻ്റെ കയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന കണ്ണീരിൽ മുങ്ങി മറഞ്ഞുവല്ലോ കരളിൻ്റെ കയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന കണ്ണീരിൽ മുങ്ങി മറഞ്ഞുവല്ലോ ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവ പാതിയും ഓടിയെത്തി ഇടവ പാതിയും ഓടിയെത്തി മനുഷ്യനായി ജനിപ്പിച്ചു മോഹിക്കാൻ പഠിപ്പിച്ചു മധുരിക്കും ആശ കാട്ടി കൊതിപ്പിച്ചു കരളിൻ്റെ ശോകങ്ങൾ മറക്കുവാൻ കൂടിയൊന്നും പഠിപ്പിച്ചതില്ലല്ലോ പടച്ചവനീ കരളിൻ്റെ ശോകങ്ങൾ മറക്കുവാൻ കൂടിയൊന്നും പഠിപ്പിച്ചതില്ലല്ലോ പടച്ചവനീ പഠിപ്പിച്ചതില്ലല്ലോ പടച്ചവനീ. അടുത്ത ഒരു രണ്ട് പാട്ട്. അടുത്തൊരു പാട്ട് മാഷ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്. ജയചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്. നമുക്കും ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്. നീലക്കണ്ണുകളു നിതാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദന ചോലയ്ക്കുള്ളിൽ വിടർന്നു പാതിയടയുന്ന നൈവേദ്യ പുഷ്പങ്ങളു കാലം കൊത്തിയെടുത്ത
ഹംസദമയന്തി ശില്പം നളനിന്നും ആലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശകാവ്യങ്ങളോ സന്ദേശകാവ്യങ്ങളോ തൊട്ടേനേ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനേ ഞാൻ ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി ഒട്ടിപ്പിടിച്ചേനേ ഞാൻ തൊട്ടേനേ ഞാൻ. മുന്നിൽ മൃഗാംഗബിംബം മുഖം പാതി മൂടിയ വർണ്ണമേഘത്തിനൊരിത്തുമ്പിൽ മുന്നിൽ മൃഗാംഗബിംബം മുഖം പാതി മൂടിയ വർണ്ണമേഘത്തിനൊരിത്തുമ്പിൽ ചെഞ്ചൊടിക്കൊണ്ടൊരു നക്ഷത്ര ചിഹ്നത്തിൻ ചിത്രം വരച്ചേനേ ഞാൻ ചിത്രം വരച്ചേനേ ഞാൻ തൊട്ടേനേ ഞാൻ മനസ്സ് കൊണ്ട് കെട്ടിപ്പിടിച്ചേനേ ഞാൻ ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി ഒട്ടിപ്പിടിച്ചേനേ ഞാൻ തൊട്ടേനേ ഞാനൊരു 4-5 പാട്ടും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, പക്ഷെ സമയം വല്ലാതെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഒരു 4 വരി. ഇത് ഈ പരിപാടി ഈ ഒരു പരിപാടി മാത്രമാണെങ്കിൽ എനിക്ക് കുറേ കൂടെ സമയം കിട്ടുമായിരുന്നു. അത് നിങ്ങളുടെ പരിപാടികളും മൊത്തം തുടർന്ന് പരിപാടി ഉള്ളത് കൊണ്ട് എപ്പോഴും അങ്ങനെയാണ്. ഈ അനുസ്മരിക്കാൻ പോകുമ്പോൾ ഒരു ഗാനമേള ഉണ്ടാവും അപ്പുറത്ത്. അതോടുകൂടി അനുസ്മരിക്കുന്നവന്റെയും പണി തീർന്നു, കേൾക്കുന്നവന്റെയും പണി തീർന്നു. എന്താ കാരണം വെച്ചാൽ 50 ആള് വന്നിട്ടുണ്ടെങ്കിൽ 10 പേര് ഈ അനുസ്മരണം കേൾക്കാൻ വന്നവരാണ്. അനുസ്മരണത്തിൽ എന്താണ് പറയുന്നത്, ബാക്കി 40 പേര് ഗാനമേള കേൾക്കാൻ വന്നതാണ്. അതിൽ 15 പേര് അവരുടെ ആള് പാടുണ്ടാവും ഗാനമേളയ്ക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ വായി തോന്നിയത് പറയുമ്പോൾ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വാരി എറിയാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെയാണ് അപ്പുറത്തൊരു പരിപാടി ഉണ്ടായാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ഒരു പ്രതിസന്ധിയാണ് അത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും സമയം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടിക്കായിട്ട് എന്നെ അവിടെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ്, പ്രകാശൻ, നമ്മുടെ അബ്ദുള്ള കോയ, പിന്നെ സലാമുക്ക, അങ്ങനെ അനവധി സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഇത് ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കും എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇത് ബാബുരാജ് എന്ന് പറയുന്ന ആ ആളുടെ കമ്പോസിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭക്തി ഗാനമാണ്, ഒരു ഡെവോഷണൽ സോങ് ആണ്. ഭാസ്കരൻ മാഷ് എഴുതിയതാണ്. ഇന്നു മുന്നിലിരിക്കും ഈ അന്നം നിന്റെ സമാനമല്ലയോ, ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യ ജീവനം എന്നെഴുതിയത് ഒരു നോൺ ക്രിസ്ത്യനാണ്. അത് കമ്പോസ് ചെയ്തത് ഒരു നോൺ ക്രിസ്ത്യനാണ്. അത് പാടിയത് 2 നോൺ ക്രിസ്ത്യൻസ് ആണ്. നമ്മള് മനത്തടുപ്പത്ത് ഹരിദർശൻ എന്ന് പറയുന്ന പോലെ ഇരിക്കും. ശിവസ്തോത്രം കമ്പോസ് ചെയ്തത് ഒരു നോൺ ഹിന്ദു, അത് എഴുതിയിട്ടുള്ളത് നോൺ ഹിന്ദു, പാടിയിട്ടുള്ളത് നോൺ ഹിന്ദു. ഞാനങ്ങനെ മതത്തെക്കുറിച്ച് പറയല്ല, വിശ്വാസത്തിൽ വ്യത്യാസമുള്ള ആളുകളാണ്. അതായത് ഷക്കീൽ ബദായുനി, നൗഷദ് മുഹമ്മദ് റഫി, അതുപോലെ പി ഭാസ്കരൻ, ബാബുരാജ്, ജാനകി അമ്മ, വസന്ത.
അന്നം നിന്റെ സമ്മാനമല്ലയോ. ഇന്നു മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ. ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യ ജീവനം പാവനനാ ആട്ടിടയ പാത കാട്ടുക നാഥ. പാവങ്ങൾ ഞങ്ങൾ ആശ്വസിക്കട്ടെ ദേവൻ തിരു സന്നിധിയിൽ പാവനനാ ആട്ടിടയ. നമസ്കാരം. ജയേട്ടൻ, പാപികളായ ഞങ്ങളോട് പൊറുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമുക്കൊരു സംഗീത സാഗര സംഗമം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പകരമായിട്ട് ജയേട്ടന്റെ ഒരു പ്രോഗ്രാം മാത്രമായിരുന്നെങ്കിൽ ഇത് നമുക്കൊരു ഇപ്പൊ 2 മണിക്കൂർ കൃത്യം 4:15 ഇവിടെ തുടങ്ങിയത് 6:15. ഇതിനിടയ്ക്ക് പാട്ടും പറച്ചിലുമായിട്ട് 2 പ്രതിഭകളെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരുപാട് പാട്ടുകാരാ അതിനകത്തുള്ളത്. പാട്ട് എങ്ങനെ പാടണം എന്നുള്ളത് ഒറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. മുത്തശ്ശി കഥ പറഞ്ഞുറക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടതല്ല ജേട്ടൻ പറഞ്ഞത്. നമ്മളൊക്കെ പാടുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരാം എന്നുള്ള നിലക്കാണ് നമ്മളൊക്കെ കേട്ടത്. ഇപ്പോഴാണത് മനസ്സിലായത് മുത്തശ്ശി കഥ പറഞ്ഞു തരാം എന്നുള്ളതാണ് അവിടെ കവിയും ഗാന സന്ദർഭവും ഒക്കെ എന്നുള്ളത്. ഇത് കേൾക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കണ നേരത്ത് കേട്ടൊരു ജേട്ടൻ പറഞ്ഞൊരു വാക്ക്, ഞാനും NC ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്തൊരു സംഭവം. 1.5 മാസക്കാലത്തോളം സലീൽദ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. 1.5 മാസക്കാലം, അതും ഇമ്പീരിയൽ ഹോട്ടലില്. ഒരുപക്ഷെ അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ, എന്നാലും ഞാൻ ഈ സദസ്സിൽ ഞാൻ ഈ അദ്ദേഹത്തിന്റെ ഈ അറിവിന്റെ ആ ആഴമാണ് ഞാൻ പറയുന്നത്. ഹരിസ് സ്റ്റേജ് ഒന്ന് ഒരുക്കണം കേട്ടോ. ഹരിസ്, അറിവിന്റെ ആഴമാണ് ഞാൻ പറയുന്നത്. ഇത് ജേട്ടന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. 1.5 മാസക്കാലം സലീൽ ചൗധരി എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ, ബംഗാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സലീൽദ കോഴിക്കോട്ടങ്ങാടിയിൽ ഏറെക്കുറെ ഒളിവിൽ താമസിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാ. പാട്ടെഴുതാൻ വേണ്ടി വന്നതല്ല, ഒരു എന്താ പറയാ, ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് MT അഭയം കൊടുത്തത് കോഴിക്കോടായിരുന്നു. നമ്മുടെ ഇമ്പീരിയൽ ഹോട്ടലിൽ ഒരു മുറിയിൽ അദ്ദേഹം ഒരു 1.5 മാസക്കാലം ഉണ്ടായി. ഇത്തരം വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഒരു ദിവസം ഈ മനുഷ്യന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി. കാര്യങ്ങൾ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ജേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളെ കൂടിയായിട്ടുള്ള NCK ടൂറിസ്റ്റ് ഹോമിന്റെ ഉടമ കൂടിയായിട്ടുള്ള NC അബ്ദുക്കോയെ ഞാൻ ക്ഷണിക്കുന്നു. ജീവിതത്തില് സംഗീതം പാടിയും പറഞ്ഞും കേട്ട് ധന്യനാവുന്നത് ഇത് 2ാം തവണയാണ്. അദ്ദേഹത്തിന്റെ 2 വർഷം മുമ്പുള്ള ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അന്ന് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ വിവരണ രീതിയും പാട്ടുകളും എല്ലാം. ഇവിടെ അതിനും വ്യത്യസ്തമായി അദ്ദേഹം നമ്മളെ എല്ലാവരും ധന്യരാക്കി. ഞങ്ങളെല്ലാവരും ഇത് കേട്ട് ധന്യരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സും ഇത്രയും ബുദ്ധിമുട്ടി അദ്ദേഹം ഇവിടെ വന്ന ചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ നിവർത്തിയില്ല. അദ്ദേഹം കുന്നംകുളത്ത് നിന്ന് കാലിക്കറ്റിൽ വരുന്ന വഴി 3 പ്രാവശ്യം കാറിന്റെ ടയർ പഞ്ചറായി. അപ്പൊ അതൊരു വ്യത്യസ്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഉണ്ടായില്ല. ഒരു പ്രാവശ്യം 2 ടയർ ഒരേ സമയത്ത് പഞ്ചറായി.
അത് കഴിഞ്ഞ് കക്കാടെത്തിയപ്പോൾ മൂന്നാമത്തെ ടയറും പഞ്ചറായി. അപ്പൊ അത്രയും സ്ട്രെയിൻ എടുത്തത് അദ്ദേഹം 2:30 മണിക്കാണ് ഭക്ഷണം കഴിക്കാൻ എൻ്റെ നൗഷാദിന്റെ എത്തിയത്. 12:30 മണിക്ക് വരും തന്നെ അദ്ദേഹം 2:30 മണിക്ക് എത്തി. പിന്നെ കുറഞ്ഞ സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടും ക്ഷീണമൊക്കെ മേടൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ 3 മണിയായി. അപ്പൊ അദ്ദേഹം അത്രയും സ്ട്രെയിൻ എടുത്ത് വന്നു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു, ശ്രമിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഇനിയും നമുക്ക് ഒത്തുകൂടാൻ അവസരം ഉണ്ടാകും. ദൈവം നമ്മളെ അനുവദിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ സംഗീത സഹകര കൂട്ടായ്മയുടെയും നമ്മളെല്ലാവരുടെയും വ്യക്തിപരമായുള്ള ഇവിടെ കൂടിയ എല്ലാ വ്യക്തിത്വങ്ങളുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.